എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും ടൈം കണ്ടെത്തി നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. സോ നിങ്ങൾ ഹോം കൺസ്ട്രക്ഷൻ ജേർണി തുടങ്ങുന്നവരായാലും അല്ലെങ്കിൽ ഓൾറെഡി പണിയുടെ മിഡിലായാലും ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ഇന്നത്തെ വെബിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ടൈൽസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടൈൽസ് എടുക്കുമ്പോൾ ഈ 7 സീക്രട്സ് അറിയാതെ പോകരുത് എന്നുള്ളതാണ്. സോ ടൈൽസ് എടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസും ഉണ്ടാവുമായിരിക്കും. അതായത് എവിടെ ഏതൊക്കെ ടൈൽസ് യൂസ് ചെയ്യണം, എന്ത് ഫിനിഷ് ചൂസ് ചെയ്യണം, നല്ല ക്വാളിറ്റി ടൈൽസ് എങ്ങനെ കണ്ടെത്താം, ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസും ഈ ടൈൽസ് എടുക്കാൻ പോകുന്ന ഒരു ഹോം ഓണർ എന്തായാലും ഫേസ് ചെയ്യും. സോ അങ്ങനെയുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസിനും ഡൗട്ട്സിനും ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വെബിനാർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആഫ്റ്റർ ദിസ് വെബിനാർ നിങ്ങൾക്ക് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ കോളേജിൽ ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണി തെറ്റുകളും മനസ്സിലാക്കാനും അത് വരുത്താതിരിക്കാനും അതുവഴി നിങ്ങളുടെ പൈസ സേവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ടൈൽ സോഴ്സിന്റെ പാർട്ണർ ആയിട്ടുള്ള സുബു നായർ സാറാണ്. സാറിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ ടൈൽസ് മേഖലയിൽ ഏകദേശം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സാറിന്റെ പ്രോജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫണ്ടിയൂര ലുലു മോൾ, പിന്നെ ബൃന്ദാവൻ റെസ്റ്റോറന്റ് എടപ്പള്ളി, പിന്നെ ഫഹദ് ഫാസിന്റെ റെസിഡൻസ്, അങ്ങനെ കുറെ അധികം പ്രോജക്ട്സ് സാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖലയിലെ ഒരു എക്സ്പേർട്ട് എന്ന് തന്നെ നമുക്ക് സാറിനെ വിശേഷിപ്പിക്കാം. സോ സാറിന് നമ്മുടെ ഈ സെഷൻ എടുക്കാൻ എഗ്രി ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൾസോ നമ്മുടെ പാർട്ടിസിപ്പൻസിനെയും ഒത്തിരി സ്നേഹത്തോടെയും നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ സാർ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു യു. താങ്ക് യു ആൻഡ് ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ നമുക്ക് സെഷൻ തുടങ്ങാം. ഇതിപ്പോ ഒരു 45 to 1 hour സെഷൻ ആണ്. അപ്പൊ എനിക്ക് അറിയുന്ന നോളജ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാം. ബേസിക്കലി ഇന്നത്തെ ഒരു സെഷൻ ബേസിക്കലി ടൈൽസിനെ പറ്റിയിട്ട് തന്നെയാണ്. ഇതിന്റെ ഞങ്ങൾ ഡീലേഴ്സ് ആണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് മാനുഫാക്ചറിങ് ബേസിസ് അല്ല ഞാൻ പറയുന്നത്. ഓൺലി ടൈൽസിന്റെ ഉപയോഗവും അതിന്റെ യൂസസും അതിന്റെ സെലക്ഷനും ഇവര് പറഞ്ഞ ടോപ്പിക്കിനെ പോലെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് മൈ സൗണ്ട് ഈസ് ക്ലിയർ. എന്റെ സൗണ്ട് ക്ലിയർ ആണോ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു PPT ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us start. എൻ്റെ പേര് സുബു നായർ. ഞാൻ ഈ ഫീൽഡിൽ ലാസ്റ്റ് 20 years ആയി. ഇപ്പൊ ഇവിടെ എടപ്പള്ളി ഓബ്രോൺ മോളിന്റെ ഓപ്പോസിറ്റ് അഞ്ചുമന ടെമ്പിളിനോട് അടുത്താണ് നമ്മുടെ ഷോറൂം ഉള്ളത്. അവിടെ ടൈൽ സോഴ്സ് ആണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ഞങ്ങൾ ബേസിക്കലി ഒരു ടൈൽ ഡീലേഴ്സ് ആണ്. ആൻഡ് വി ഡീൽ ഇൻ ടൈൽ ആൻഡ് സ്റ്റോൺ പ്രൊഡക്ട്സ്. ഇത് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ആ ഷോറൂമിൽ ആരെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി നോയിങ് ഇറ്റ്. ബിക്കോസ് നോർമൽ ഒരു ഷോപ്പിനെ പോലെയല്ല. ലൈവ് ഡിസ്പ്ലേസ്, ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ ഏരിയ ഉണ്ട്, വാൾ ആൻഡ് ഫ്ലോർ കൂടിയിട്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് എല്ലാം നമ്മൾ വിരിച്ച് കാണിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ യു ക്യാൻ ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് ദ എൻറ്റയർ റേഞ്ച് ഓഫ് കളക്ഷൻ. പിന്നെ നമ്മളിവിടെ 18 years ആയി ഈ ഫീൽഡ്, ഇവിടെ എടപ്പള്ളി തന്നെ ഷോറൂം തുടങ്ങിയിട്ട്. ആൻഡ് നമ്മുടെ ഒരു നല്ല സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതിൽ ബേസിക്കലി ആർക്കിടെക്ട്സ്, ഇന്റീരിയേഴ്സ്, ഡിസൈനേഴ്സ്, ബിൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. അപ്പോൾ നല്ലൊരു ക്ലയന്റ് ലിസ്റ്റ് ഉണ്ട്. നോട്ട് ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുനിന്നും നമുക്ക് നല്ല റെസ്പോൺസ് ആണ്. ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഞാൻ ആദ്യത്തെ ഒരു 5-10 minutes എടുക്കുന്നത് എന്റെ പ്രൊഡക്റ്റ് ടൈൽ സോഴ്സിനെ പറ്റി ചെറിയൊരു ബ്രീഫിംഗ് ആണ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പിന്നെ നമുക്ക് ബേസിക് ടൈൽസിന്റെ ആ ഒരു സെക്ഷനിലേക്ക് പോവാം. ഞങ്ങൾ ചെയ്യുന്നത് ടൈൽ, ഓൾ കൈൻഡ്സ് ഓഫ് ടൈൽ, ലൈക്ക് ഫോർ ഇന്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്, വാൾ, ഫ്ലോർ, ബാത്റൂംസ്, കിച്ചൺ. ഇന്നത്തെ കാലത്ത് ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ബൗണ്ടറി വാൾ തൊട്ടിട്ട് നമ്മൾ ഏതൊരു മേഖല എടുത്താലും ഉള്ളിലേക്ക് കയറും തോറും വാൾ, കിച്ചൺ, എവിടെയാണെങ്കിലും ടൈൽസ് ഇല്ലാത്ത ഒരു ഏരിയ ഇല്ല. അപ്പൊ ടൈൽസ് ഉപയോഗം അതുകൊണ്ട് കൂടി വരുവാണ്.
പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് സ്റ്റോൺ പ്രൊഡക്ട്സ്, മൊസൈക്സ്, ഡിസൈനർ ടൈൽസ്, ക്ലേ ടൈൽസ്, ഹാൻഡ് മെയ്ഡ് ടൈൽസ്, പിന്നെ സ്പെഷ്യൽ ടൈൽസ് പറഞ്ഞ കുറച്ച് കാറ്റഗറി ഉണ്ട്. പിന്നെ കസ്റ്റം മെയ്ഡ് ഡിസൈൻ. കസ്റ്റം മെയ്ഡ് ഡിസൈൻസ് പറഞ്ഞാൽ ചില ഇന്റീരിയേഴ്സോ അല്ലെങ്കിൽ ചില ഫേംസിന് അവരുടേതായ ഡിസൈൻസോ അല്ലെങ്കിൽ ചില കളർ കോമ്പിനേഷൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് അബൌട്ട് ഇതൊക്കെയാണ് ഞാൻ കുറച്ചൊരു പിക്ചേഴ്സ് ഇടാം. കുറച്ച് ഫ്ലോർ ടൈൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലെയിൻ ടൈൽസും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്ന കുറച്ച് ഐറ്റംസിന്റെ ഒരു പിക്ചേഴ്സ് ആണ്. ഇത് ഫ്ലോറിന്റെ ഒക്കെ ഡിഫറെന്റ് വേരിയേഷൻ. ഇത് ബാത്റൂം വാൾസിന്റെ കുറച്ച് കളക്ഷൻസ് ആണ്. ഇതില് മോഡേൺ ട്രെൻഡ്സ് ഉണ്ട്, ഹൈലൈറ്റ്, ബോർഡർ, ഡിഫറെന്റ് കളർ ഷേപ്സ്. ഇപ്പൊ പല ടൈപ്പിലുള്ള ഒരു ടൈൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇംപ്രൂവ്മെന്റ് വരും, പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരു ഫാസ്റ്റ് മൂവിങ് ഒരു ഇൻഡസ്ട്രിയാണ് ഇത് ടൈൽസ്. ഇതുപോലെ കിച്ചണിന്റെ ചെയ്യാൻ പറ്റുന്ന കിച്ചണിന്റെ കുറെ ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ക്ലാഡിങ്ങിന്റെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നാച്ചുറൽ സ്റ്റോൺസ് ആയാലും ടൈൽസ് ആയാലും നിങ്ങളുടെ വാൾ ക്ലാഡിങ്സ്, എക്സ്റ്റീരിയർ ഇന്റീരിയർ ക്ലാഡിങ്സ്, അതിന്റെ നല്ലൊരു ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ ബ്രിക്ക് ക്ലാഡിങ്, പല ടൈപ്പിലുള്ള ബ്രിക്ക് ക്ലാഡിങ്, ഇപ്പൊ ഇന്റീരിയേഴ്സ് ആണ് എക്സ്റ്റീരിയേഴ്സ് ആണെങ്കിലും ബ്രിക്കിന്റെ പലതരം വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്കുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത്തംകുടി ഡിസൈൻസോ അല്ലെങ്കിൽ ചെട്ടിനാട് ഡിസൈൻസ്, മൊറോക്കൻ ഡിസൈൻസ് എന്നൊക്കെ പറയുന്ന അതിന്റെയും കുറെ കളക്ഷൻസ് നമുക്കുണ്ട്. പിന്നെ നാച്ചുറൽ സ്റ്റോണിലും കുറച്ച് പ്രൊഡക്ട്സ്. ഇപ്പൊ നമുക്കൊരു എക്സ്റ്റീരിയർ ചെയ്യണം, അപ്പോൾ ഇതുപോലെ നാച്ചുറൽ സ്റ്റോൺസും, നാച്ചുറൽ സ്റ്റോൺ പറഞ്ഞാൽ വലിയ സ്ലാബ്സ് അല്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. വലിയ സ്ലാബ്സ് ഒക്കെ വലിയ മാർബിൾ പോലത്തെ ഐറ്റംസ് അല്ല, ഇൻട്രിക്കേറ്റഡ് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഡിസൈനർ ടൈൽസ് ഫോർ യുവർ ടേബിൾ ടോപ്സ്, ഹൈലൈറ്റേഴ്സ്, വിൻഡോസ്, മിറേഴ്സ്, ചെറിയ കുട്ടി കുട്ടി ടൈൽസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ടൈൽസിന്റെ ഫീൽഡിന് അതാ പറഞ്ഞത്, വെറും ഫ്ലോറും വാളിലും മാറിയിട്ട് ഇപ്പോൾ ടൈൽസിന്റെ മേഖല കൂടി കൂടി വരികയാണ്. ഇപ്പൊ എവിടെ വേണമെങ്കിൽ നമുക്ക് ടൈൽസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഒരു നല്ലൊരു കളക്ഷൻ നമുക്ക് നമ്മുടെ ഷോറൂമിൽ വന്ന് കാണാൻ പറ്റും. ഇത് എക്സ്റ്റീരിയർ ക്ലാഡിങ്സ്. ഇത് എക്സ്റ്റീരിയർ ആകുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണ് ബെസ്റ്റ്, കാരണം വെയിലും മഴയൊക്കെ അടിക്കുന്നാലും നമുക്ക് കുഴപ്പം, ഇത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. അതുകൊണ്ട് സ്റ്റോൺസിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പൂൾ മൊസൈക് ടൈൽസ് പറഞ്ഞാൽ ഈ നെറ്റിൽ വരുന്ന ടൈൽസിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് മെറ്റലായ കാരണം റൗണ്ട് പില്ലേഴ്സ്, കേർഡ് ഏരിയാസ്, എവിടെ വേണമെങ്കിൽ പൂൾസ്, അവിടെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഹാൻഡ് മെയ്ഡ് ടൈൽസ് പറഞ്ഞാൽ അത് ഹാൻഡ് മെയ്ഡ് ടൈൽസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഇത് ഒരു 10 ടൈൽ എടുത്താൽ 10 ടൈലിലും ആ കളർ വേരിയേഷൻ ഉണ്ടാവും, അതാണ് അതിന്റെ ഭംഗി. പിന്നെ അത് എംബോസ്ഡ് ടൈൽസ് ഉണ്ടാവും, പിന്നെ ജാലീസ്, നമുക്ക് മ്യൂറൽസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ കുറച്ച് വൈബ്രന്റ് കളേഴ്സ് ആവും, അതാണ് ഈ ടൈൽസിന്റെ ഒരു ഭംഗി. പിന്നെ ഇതാണ് കസ്റ്റം മെയ്ഡ് ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ വല്ല മ്യൂറൽസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡിസൈൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോണിലോ അല്ലെങ്കിൽ സെറാമിക്കിലോ ഇങ്ങനത്തെ കസ്റ്റം മെയ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. സോ പിന്നെ നമ്മുടെ ക്ലയന്റിൽ വരുന്നത് ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, റിസോർട്ട് ആൻഡ് ഹോട്ടൽസ്, ഹെറിറ്റേജ് ഹോംസ്, ബൂട്ടിക്സ്, റെസിഡൻസ് ഓണേഴ്സ്. ടൈൽ ആവശ്യപ്പെട്ട എല്ലാവരും നമ്മുടെ ക്ലയന്റുകൾ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ട് ടൈൽ? ഇപ്പോൾ ഒരു 20-25 ഇയേഴ്സ് ഞാനൊക്കെ ഈ ഫീൽഡിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടൈൽസ് ഒന്നും അത്ര, ടൈൽസ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബേസിക്കലി ബാത്റൂംസ് ആണ് മെയിൻ വരുന്നത്. കിച്ചണും ബാത്റൂമാണ് ടൈൽ എന്ന കോൺസെപ്റ്റിൽ ആൾക്കാർ തിങ്ക് ചെയ്തായിരുന്നു. പക്ഷെ ഗ്രാജുവലി അത് കൂടി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബൗണ്ടറി വാൾ വെച്ചിട്ട് വീട്ടിൽ ഏത് ഭാഗത്തും ടൈൽസിന്റെ ഉപയോഗമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ടൈൽസ് എന്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നത്? ഒന്ന് ഈസി ലെയിങ് ഇൻ ദ സെൻസ്. പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ പറയുമ്പോൾ ലേബർ, അതായത് കൂലി ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നമ്മൾ പണ്ടൊരു മൊസൈക്ക് അല്ലെങ്കിൽ ഒരു മാർബിളൊക്കെ ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ കുറെ 2-3 ലേബേഴ്സ് വേണം, വലിയ വലിയ സ്ലാബ്സ് ആയിരിക്കും. പിന്നെ അത് പോളിഷ് ചെയ്തു. മൊസൈക്ക് ആണെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം ലേ ചെയ്തു, രണ്ടാമത്തെ ദിവസം അത് പോളിഷ് ചെയ്തു, മൂന്നാമത്തെ ദിവസം അതിന് ഫൈനൽ പോളിഷ് ചെയ്തു. അപ്പൊ 3 ലേബർ ഒരു റൂമിലേക്ക് തന്നെ 3 ദിവസം പറഞ്ഞ നമ്മളുടെ ഇവിടുത്തെ കോസ്റ്റ് കണക്കാകുമ്പോൾ ഒരു 1000 വെച്ചൊരു ലേബറിനാണെങ്കിൽ 3 ലേബർ ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 രൂപ 3 ദിവസം ഒരു റൂം ചെയ്യാൻ വേണം. ആ സമയത്ത് ടൈൽസ് ആകുമ്പോൾ നമുക്ക് ആ പൈസ കൊണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 3/4 വീടിന്റെ ടൈലിംഗ് കഴിയും. പിന്നെ ഹാൻഡ്ലിങ് ഈസിയാണ്, ചെറിയ ചെറിയ ബോക്സിലാണ് വരുന്നത്. അപ്പൊ എടുത്തെടുത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാവും ഈ ലേബർ ആയ കോസ്റ്റ് കുറയും കാരണം, പിന്നെ ടൈലിന്റെ കോമ്പറ്റേറ്റീവ് റേറ്റ്സ് ആയ കാരണം ടൈൽസിന് ഇത്രയും ഡിമാൻഡ് ആയിട്ടാണ് എന്റെ ഒരു ഇത് വരുന്നത്. കാരണം
അതുകൊണ്ടാണ് എല്ലാവരും ടൈറ്റ്. നമുക്ക് വീടിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ടൈലിംഗ് സ്റ്റേജ് ആകുമ്പോഴേക്കും പിന്നെ മൂവ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും വീടിന്റെ കൺസ്ട്രക്ഷനിൽ. ടൈൽ ഇടാൻ തുടങ്ങിയാൽ വിത്തിൻ ഒരു 1 വീക്ക് 1.5 വീക്ക് നിങ്ങളുടെ ഫ്ലോർ എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ടൈലിലേക്ക് പോകുന്നത്. പിന്നെ ഇനി ടൈൽസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഏത് ടൈൽസ് എടുക്കണം. അപ്പൊ ടൈൽസിൽ നമുക്ക് കുറെ കാറ്റഗറീസ് ഉണ്ട്. സെറാമിക് ഉണ്ട്, വിട്രിഫൈഡ് ഉണ്ട്, GVT ഉണ്ട്, PGVT ഉണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, വരുന്നുണ്ട്, PPT-യിൽ വരുന്നുണ്ട്. ഇനി ഇതൊക്കെ എവിടെ കിട്ടും? അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള ടൈൽ സപ്ലയേഴ്സ് ആണുള്ളത്. ഒന്ന് കമ്പനി ഷോറൂംസ്. ഇപ്പൊ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, കജാരിയ, ജോൺസൺ, നിറ്റ്കോ, സൊമാനി. ഇവരുടെയൊക്കെ കമ്പനി ഷോറൂംസ് തന്നെ ഉണ്ടാവും. ഇപ്പൊ മെയിൻ സിറ്റീസിലാവും. ഇപ്പൊ ഇവിടെ എറണാകുളത്താണ്, ഇപ്പൊ കൊച്ചിയിലുള്ളവർക്കാണെങ്കിൽ അറിയാം, ഇവിടെ എറണാകുളത്ത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് കമ്പനീസിന്റെയും ഷോറൂംസ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആ കമ്പനിയുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണോ പുതിയ പ്രൊഡക്റ്റ്, നമുക്ക് ആ കമ്പനി ഷോറൂമിൽ പോയിട്ട് കാണാം, അവിടുന്ന് ഓർഡർ എടുക്കാം. പക്ഷെ അവർ സപ്ലൈ ചെയ്യില്ല, അവർ ഏതെങ്കിലും ഡീലറുടെ ത്രൂ ആവും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പനി ഷോറൂമിൽ ഇപ്പൊ കജാരിയുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കജാരിയുടെ മാത്രം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, വേറെ ഒന്നും കാണില്ല. വേറെ മറ്റേ കോമ്പറ്റീറ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ കാണാൻ പറ്റില്ല. ആ ഒരു കമ്പനിയുടെ ഷോറൂം ടൈലുകൾ എന്തൊക്കെയാണ് അവരുടെ പുതിയ ലേറ്റസ്റ്റ് ആയാലും പഴയതാണെങ്കിലും ഫാസ്റ്റ് മൂവിംഗ് ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പിന്നെ വരുന്നതാണ് ഡീലേഴ്സ്. ഡീലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്റ്റോക്ക് ചെയ്തിട്ട് വിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഡീലേഴ്സ്, നോർമൽ ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവര് പല കമ്പനീസിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. അവർ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ട് വിൽക്കും. അപ്പോൾ അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്റ്റോക്ക് ഇരിക്കുന്ന സാധനം എത്രയും പെട്ടെന്ന് വിൽക്കുക, അല്ലെങ്കിൽ അത് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യുക, അങ്ങനത്തെ ഒരു ട്രെൻഡ് ആവും. അതുകൊണ്ടാണ് ഈ നോർമൽ ഡീലേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്പ്ലേസും മാക്സിമം അവർ റേറ്റ് ഒക്കെ കുറച്ച് മാക്സിമം സെയിൽ ചെയ്യാനുള്ള ഒരു പുഷാവും. കാരണം അവർക്ക് പല കമ്പനീസിന്റെയും ടൈൽസിനെ വെച്ചിരിക്കും. പിന്നെ വരുന്നതാണ് പ്രീമിയം ഡീലേഴ്സ്. ഇപ്പൊ ടൈൽ സോഴ്സ് എന്നൊക്കെ പറഞ്ഞ കമ്പനീസ്, നമ്മളൊക്കെ പ്രീമിയം ഡീലേഴ്സ് ആണ്. പ്രീമിയം ഡീലേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഒരു 45 to 60 ഡീലേഴ്സ് ഉണ്ട് ടൈൽസ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ടൈൽ സോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടഡ് സെക്ഷൻ ഉണ്ട്, ഇന്ത്യൻ സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ബ്രാൻഡഡ് നമ്മളിപ്പോ കജാരിയ, ജോൺസൺ ഒന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട് ഷോറൂംസ്. അപ്പൊ അതെല്ലാവർക്കും അവിടെ പോയിട്ട് കാണാം. അപ്പൊ അത് കൂടാതെ ഇതൊക്കെ എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വേറെ ടൈൽസ് ഇമ്പോർട്ടഡും ഇന്ത്യനും കൂടി എങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, വെറൈറ്റി ടൈൽസ് എന്താണോ മാർക്കറ്റിൽ വരുന്നത് അതിനെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഈ ഒരു ട്രെൻഡാണ് ഈ പ്രീമിയം ഡീലേഴ്സിന്റെ അടുത്ത് ഉണ്ടാവുക. ടൈൽസ് കുറച്ച് വെറൈറ്റി ടൈൽസ്, പ്രീമിയം ടൈൽസ്, ഡിഫറെന്റ് വെറൈറ്റിയാണ് അവർ ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഒരു ബ്രാൻഡഡ് കജാരിയുടെ അല്ലെങ്കിൽ സൊമാനിയുടെ ഒരു ടൈൽ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആൾക്കാർ കൊച്ചിയിൽ വരുന്നു ടൈൽ എടുക്കാൻ? ഇപ്പൊ പാലക്കാട് നിന്നാണെങ്കിലും കോട്ടയത്ത് നിന്നാണെങ്കിലും ആൾക്കാർ ഈ കൊച്ചിയിൽ വന്നിട്ടാണ് അല്ലെങ്കിൽ എറണാകുളത്ത് വന്നിട്ടാണ് ടൈൽസ് എടുക്കാൻ നോക്കുന്നത്. കാരണം വെറൈറ്റി നോക്കിയിട്ട്. കാരണം കജാരിയുടെ ഒരു ടൈലാണെങ്കിൽ അവർക്ക് അത് അവിടെയും കിട്ടും. ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനീസിന്റെ ടൈലാണെങ്കിൽ അവരുടെ കമ്പനിയുടെ കാറ്റലോഗിൽ പോയി കഴിഞ്ഞാൽ നമ്പർ അവിടുത്തെ നിയറസ്റ്റ് ഡീലറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ അവിടുന്ന് സോഴ്സ് ചെയ്ത് തരും. പക്ഷെ വെറൈറ്റിയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കാരണം നമ്മൾ വീട് വെക്കുമ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. എന്തെങ്കിലും നമ്മൾ വെറൈറ്റി അടിച്ച്, അതേപോലെ ഇന്റീരിയേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ ഒരു വീട് പണിയുമ്പോൾ അവരും വെറൈറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അവരുടെ ഒരു മാർക്ക്, അവരുടെ ഒരു സിഗ്നേച്ചർ അതിൽ ഉണ്ടാവണം എന്ന രീതിയിൽ ഡിഫറെന്റ് ഐറ്റംസ് ആണ് നോക്കുന്നത്. അങ്ങനത്തെ പ്രൊഡക്ട്സിനാണ് നമ്മൾ ഈ എറണാകുളത്തേക്ക് വരുന്നത്. പണ്ട് ബാംഗ്ലൂർക്കാണ് ആൾക്കാർ പോയിരുന്നത്, പക്ഷെ ഇപ്പൊ എറണാകുളത്തും വലിയ വലിയ ഷോപ്സ് വന്നു തുടങ്ങി, നല്ല ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എറണാകുളത്തേക്കാണ് അധികം ആൾക്കാർ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ടോപ്പിക്കിൽ വൺ ഓഫ് ദ പോയിന്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കോളോ ഗ്രൂപ്പ് കുറച്ച് പോയിന്റ്സ് അവർ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് തന്നതിലത്തെ ഒന്നാണ് കോമൺ ക്വയറീസ്. കോമൺ ക്വയറീസ് നോർമലി എല്ലാവരും ചോദിക്കുന്നതാണ് ഈ സ്ലിപ്പ് ഇഷ്യൂ. ഈ ടൈലിട്ട വഴുക്കില്ലേ, അല്ലെങ്കിൽ അത് ഏത് ടൈലാണ് ഇടേണ്ടത്. ടൈല് നമുക്ക് കാറ്റഗറി ഉണ്ട്, ഗ്ലോസി, മാറ്റ് ആൻഡ് സ്റ്റീൽ. ഈ ഗ്ലോസി എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ള, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് സ്ലിപ്പ് ആവുമെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, ഈ മോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ട്രാഫിക് ഏരിയ നോക്കില്ല, എത്ര ട്രാഫിക്. ഇപ്പൊ ലുലു മോൾ ആയാലും ഇവിടുത്തെ ഏതെങ്കിലും മോൾസിലോ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റൽസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വാട്ട് യു സീ ഈസ് ഗ്ലോസി ടൈൽ. കാരണം അത് മെയിൻ്റെനൻസ് ഈസിയാണ്,
അപ്പോൾ അതുകൊണ്ട് പക്ഷെ സ്ലിപ്പറി വിചാരിച്ചിട്ട് അവർ യൂസ് ചെയ്യാതിരിക്കുന്നില്ല. അത്രയും നമ്മുടെ വീട്ടിലുള്ള ട്രാഫിക്കിനെക്കാട്ടും കൂടുതലാണ്. പക്ഷെ ഓൺലി പ്രോബ്ലം ഈസ് വെള്ളം ഉണ്ടെങ്കിൽ ഗ്ലോസിയിൽ സ്കിഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഗ്ലോസി ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്ലോസ്. ഇറ്റ്സ് നോട്ട്, അതായത് പഴുക്കലാവുന്നല്ല, പഴുക്കലുണ്ടാവും, വെള്ളം വീട് കഴിഞ്ഞാലാണ് പഴുക്കലുണ്ടാവും. ഇനി അതല്ല, അതുകൊണ്ടാണ് മാറ്റ് ടൈൽസ് പിന്നെ മാർക്കറ്റിൽ വന്നത്. പിന്നെ ഒരു ഗ്ലോസി കഴിഞ്ഞ് വരുന്നതാണ് മാറ്റ് ടൈൽസ്. ഈ മാറ്റ് ടൈൽസ് നമുക്ക് ഇന്റീരിയേഴ്സിലും എക്സ്റ്റീരിയേഴ്സിലും ഫ്ലോറും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതില് സ്കിഡ് ഉണ്ടാവില്ല. എന്തായാലും ഇതിന്റെ മാറ്റാണ് അധികം ഇപ്പോ ഒരു ട്രെൻഡ്. മാറ്റ് ഫിനിഷിലാണ് ആൾക്കാർക്ക് യൂസ് കൂടുതൽ മാറ്റ് ടൈൽസിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതാണ് സ്കിഡിന്റെ ഒരു ആന്റി സ്കിഡ്. പിന്നെ ഈ മാറ്റിൽ തന്നെ നമുക്ക് പല റേഞ്ച് ഉണ്ട്. അതിലത്തെ ഒരു എക്സ്ട്രീം ആണ് ആന്റി സ്കിഡ്. ഈ ആന്റി സ്കിഡ് പറഞ്ഞാൽ അത് ബേസിക്കലി ഇസ് മെയ്ഡ് ഫോർ ഇങ്ങനത്തെ ഒരു സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ടെക്സ്ചേഴ്സോ അല്ലെങ്കിൽ ഗ്രൂവ്സോ അല്ലെങ്കിൽ ഹോൾസോ അല്ലെങ്കിൽ ഗ്രിപ്പ് കൂട്ടി വെക്കുന്ന ടൈൽസ് ആണ്. പിന്നെ ഒരു ഇഷ്യൂ എല്ലാവരും ചോദിക്കുന്നതാണ് കളർ ഫെയ്ഡ്. കളർ ഫെയ്ഡ് ഈ സെറാമിക് ടൈൽസ് ആയാലും ഗ്രാനൈറ്റ് ആയാലും മാർബിൾ ആണെങ്കിലും ഡയറക്റ്റ് സണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കളർ ഫെയ്ഡ് ആവും. കാരണം അതില് ഈ സെറാമിക് ടൈൽസോ അല്ലെങ്കിൽ വിട്രിഫൈഡ് ടൈൽസോ ഒക്കെ ആകുമ്പോൾ GVT ഒക്കെ ആണെങ്കിൽ അതിൽ ഈ സൺലൈറ്റ് UV റേഡിയേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് കിട്ടിയിരിക്കും, അത് ഷെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന്റെ ഗ്ലേസ് ഇപ്പൊ ഫുൾ ബോഡി അല്ല, നമ്മൾ ഒരു തിൻ GVT ടൈപ്പ് ഗ്ലേസ് വിട്രിഫൈഡ് ടൈൽ, അതിന്റെ ടോപ്പിലത്തെ ലെയർ കുറവാണെങ്കിലും ഇത് കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുവർ ക്വാളിറ്റി ഫയറിംഗ്, പ്രോപ്പർ ഫയറിംഗ് ആയിട്ടില്ല, ഫുൾ അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. ഈ ക്ലേ ഒക്കെ ഹാർഡായിട്ട് ഈ കളേഴ്സ് ഒക്കെ അതിൽ മെൽട്ടായി ബ്ലെൻഡ് ആവാനുള്ള ഒരു ടൈം ഉണ്ട്. ഇപ്പം ചില സമയത്ത് അത് ഫുൾ ആ ടെമ്പറേച്ചറിൽ അത് ഫയറായി വന്നിട്ടില്ലെങ്കിൽ അത് കളേഴ്സ് ഒക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നത്തെ ഒരു പ്രോബ്ലം ഇതാണ് ഇപ്പൊ അധികം നമ്മൾ കണ്ടുവരുന്നത്. ഈ UV റേഡിയേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അങ്ങനെ 24 hours, ഒരു 10 to 12 hours ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് അങ്ങനത്തെ ടൈൽസ് ഇടുന്നത്. അതിന് നമ്മൾ ആ റെക്കമെൻഡഡ് ടൈൽസാണ് കൊടുക്കുന്നത്. പക്ഷെ പിന്നെ കളർ ഫെയ്ഡ് വരുന്ന ഒരു റീസൺ നമുക്ക് ഈ ഫീൽഡിലുള്ള കാരണം കുറെ പേര് പറയുന്നത് കളർ ഫെയ്ഡ് ആവുന്നത് പറഞ്ഞാൽ അത് ക്ലീനിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ്. ഏത് ക്ലീനിങ് മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചത്, ആസിഡിക് ആണെങ്കിൽ അതിന് കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് കൂടും. ഇപ്പൊ ഡയറക്റ്റ് ആസിഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കെമിക്കൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കളർ ഫെയ്ഡ് ആവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ വരുന്നതാണ് വേറൊരു ക്വയറിയാണ് ഈ വാട്ടർ അബ്സോർപ്ഷൻ. ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്താണെന്ന് അറിയേണ്ട ആൾക്കാർക്ക് മിക്കതും പണ്ട് നിങ്ങൾ ഈ ടൈലൊക്കെ ഈ വിട്രിഫൈഡും ഇതൊക്കെ വരുന്നതിന്റെ മുന്നേ നിങ്ങൾ നോർമൽ വീടുകളിലൊക്കെ ടൈൽ ഒട്ടിക്കുമ്പോൾ ഈ പണിക്കാർ ടൈൽ എടുത്തിട്ട് വെള്ളത്തിലിടും. എന്നിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് നാളെ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇട്ടിട്ടാണ് എടുത്ത് ഒട്ടിക്കുക. കാരണം അന്ന് നമുക്ക് സെറാമിക് ടൈലായിരുന്നു കൂടുതൽ, അതിൽ വാട്ടർ അബ്സോർപ്ഷൻ ലെവൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരത് വെള്ളത്തിലിട്ട് അതിൽ ആ വാട്ടർ അത് മുഴുവൻ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കുമ്പോൾ നമ്മൾ സിമെന്റിലോ അല്ലെങ്കിൽ റെസിഡ്യൂലോ ഉള്ള വാട്ടർ കണ്ടന്റ് അത് വലിച്ചെടുക്കില്ല. അത് ക്യൂർ ആവാനുള്ള ഒരു ടൈം അതിന് കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ വിട്രിഫൈഡും ടൈൽസും ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് ഒക്കെ മാർക്കറ്റിൽ വന്ന്, പോർസിലിൻ ടൈൽസ് ഒക്കെ മാർക്കറ്റിൽ വരുന്നതിന്റെ ശേഷം ഈ വെള്ളത്തിലിട്ട് ഒട്ടിക്കുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും, അധികം ഉണ്ടാവില്ല. അപ്പൊ ഈ പൊറോസിറ്റി, അത് കാരണം ഇതിൽ പൊറോസിറ്റി ഉണ്ടാവും. ഈ വാട്ടർ അബ്സോർപ്ഷന്റെ ലെവല് പറയുകയാണെങ്കിൽ നമുക്ക് സെറാമിക് ടൈൽസിൽ ഒരു 5 to 10% അതിന്റെ അബ്സോർപ്ഷൻ ലെവലാണ്. വേറെ നമ്മുടെ വിട്രിഫൈഡ് ടൈൽസിലാകുമ്പോൾ ഇറ്റ്സ് ലെസ് ദാൻ 0.5%. അതാണ് അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ. പിന്നെ ഇതിന്റെ വേറെ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഇതില് സെറാമിക് ടൈൽസിൽ ക്ലേ ആണ് മെയിൻ, പിന്നെ കുറച്ച് നാച്ചുറൽ മിനറൽസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ വിട്രിഫൈഡിലൊക്കെ ആകുമ്പോൾ ക്ലേ ഉണ്ട്, പിന്നെ അതിൽ സിലിക്ക, കോഡ്സ്, ഹൈറ്റ്, പിന്നെ അത് ഫയർ ചെയ്യുന്ന ടെമ്പറേച്ചർ സെറാമിക്കിനെക്കാട്ടും കൂടുതലാണ്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് കൂടും. ഈ സെറാമിക്കിലെ ടോപ്പ് ഗ്ലേസ് ലെയറിന്റെ കളർ മെൽറ്റ് ആവുന്ന ടെമ്പറേച്ചർ വരെ അത് ഫയർ ചെയ്യാൻ പറ്റും. പക്ഷെ വിട്രിഫൈഡ് ഒക്കെ ആകുമ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കൂടും, അപ്പൊ അത് ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് വിട്രിഫൈഡ് ടൈൽസിന്റെ ലൈഫ് ലോങ്ങർ ആണ്, ഹാർഡാണ്, ഹെവി ഡ്യൂട്ടി ആണ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ അബ്സോർപ്ഷൻ ഈസ് വൺ ഓഫ് ദ റീസൺ. നമുക്ക് കോമൺ ക്വയറീസിൽ വരുന്നതാണ് വാട്ടർ അബ്സോർപ്ഷൻ, എന്തുകൊണ്ടാണ് വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള ടൈൽസ് എങ്ങനത്തെ യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ PPT വരുന്നതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഒരു ഇതാണ്
റോങ് ഫിനിഷ് ടൈൽസ്. റോങ് ഫിനിഷ് ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ബാത്റൂമിലേക്ക് ടൈൽ എടുക്കുകയാണ്, ഒരു ഗ്ലോസി ടൈൽ എടുത്ത് ഒട്ടിച്ചു, ഒബ്വിയസ്ലി അത് നമ്മുടെ റോങ് ഫിനിഷ് ആണ്. ബാത്റൂമിന്റെ ഫ്ലോർ നമുക്ക് ഗ്ലോസി എടുക്കാൻ പാടില്ല, കാരണം വെള്ളം എപ്പോഴും വെള്ളം ഉള്ളതാണ്, നമ്മളത് അവിടെ വഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു റോങ് ഡിസിഷനാണ്. അതുപോലെ തന്നെ അൺഈവൻ ടെക്സ്ചേഴ്സ് ഉണ്ടാകും. നല്ല ടെക്സ്ചർ ഉണ്ടെങ്കിൽ തന്നെ അത് ചിലയിടത്ത് നല്ല പൊന്തിട്ടാവും, ചിലയിടത്ത് അത് ആ ഡിസൈനിന്റെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ ആ അൺഈവൻ അല്ലെങ്കിൽ ടെക്സ്ചർ അല്ലെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും, നടക്കുമ്പോൾ കാല് മുട്ടും. അങ്ങനെ ഒരു പ്രോബ്ലം ഈ ടൈല് വിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതും ഒരു റോങ് ഡിസിഷനാണ്. അങ്ങനത്തെ ഏരിയ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ബാൽക്കണിയിലൊക്കെ ഇടുന്ന ടൈല് നല്ല റഫ് ഗ്രിപ്പൊക്കെ വേണം, കാരണം മഴ പെയ്യുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ അത് എക്സ്പോസ്ഡ് ആവും, വെള്ളം ഉള്ളിൽ കയറും. അപ്പൊ അവിടെ ഇടുന്ന ടൈൽ എടുത്തിട്ട് നമ്മൾ മെയിൻ റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഗ്രിപ്പ് കൂടും, അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോബ്ലം ആണ്, മോപ്പ് ചെയ്യുമ്പോൾ ചളി അതിൽ പിടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സെലക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏരിയ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഏത് ഏരിയയിലേക്ക് എങ്ങനത്തെ ടൈലാണ് യൂസ് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ടൈൽസിനൊക്കെ ലേ ചെയ്യുമ്പോൾ ഒരു എയറോ മാർക്ക് ഉണ്ടാവും ടൈലിന്റെ ബാക്കിൽ. അപ്പൊ പണിക്കാർ അത് ശ്രദ്ധിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻസ് മാറും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഫീല് കിട്ടും. ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ, പക്ഷെ വീട്ടിൽ വിരിച്ചു കഴിയുമ്പോൾ ഇത് ശരിയായില്ല, ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അല്ലെങ്കിൽ ബ്ലൂവിന്റെ പകരം ഗ്രീൻ വന്നു. ഇതെന്താ വെച്ചാൽ ഈ എയറോ മാർക്ക് നോക്കാതെ ഇടുമ്പോഴാണ് സൈസസും അതിന്റെ കണ്ടിന്യൂഷനും ഒക്കെ കിട്ടുക. പിന്നെ ബേസിക്കലി ഈ പുവർ ക്വാളിറ്റി ഓഫ് ടൈൽസ്. പുവർ ക്വാളിറ്റി അണ്ടർഫെയർ ആയ ടൈല്. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഈ വലിയ വലിയ കമ്പനീസിനൊക്കെ വലിയ ഓർഡർ കിട്ടി, അവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞു, എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ സെക്കൻഡ്സ്, അല്ലെങ്കിൽ നല്ലോണം ഡിഫറെന്റ് ഉണ്ടെങ്കിൽ തേർഡ്സ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ചീപ്പർ റേറ്റിൽ അത് കിട്ടും. പക്ഷെ ഇതിന് എന്തെങ്കിലും ഒട്ടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് അറിയുന്നത്. ഇതിന്റെ സൈസ് വേരിയേഷൻ ഉണ്ടാവും, ബെൻഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും അതും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ടൈൽ എടുക്കുമ്പോൾ ക്വാളിറ്റി ടൈൽസ് എടുക്കുക. പിന്നെ ലേയിങ് നല്ല സ്കിൽഡ് ലേബേഴ്സിനെ യൂസ് ചെയ്യുക. നമ്മുടെ ഏത് ഏരിയയിലേക്കാണോ വേണ്ടത് ആ ഏരിയയിലേക്കുള്ള ടൈൽസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ചോദ്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഓരോ ക്വയറീസ് ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ, ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അടുത്ത സെക്കൻഡ് ഒരു 7 പോയിന്റ് ആണ് നമ്മളോട് ചോദിച്ചത്. 7 പോയിന്റ്, ഈ 7 പോയിന്റ്സ് അറിഞ്ഞാൽ ടൈൽസിന്റെ പർച്ചേസോ ടൈൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗുണകരമാണ്. ഇപ്പൊ ഈ കോളോ ആപ്പിൽ എന്നോട് പറഞ്ഞ 7 പോയിന്റ്സ് പറഞ്ഞതിലത്തെ ഫസ്റ്റ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് ആണ് ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് ടൈൽസ്. ഇതിന്റെ വ്യത്യാസം എന്താണ്? ഞാൻ ചോദിക്കാം, എന്തിനാ ബ്രാൻഡഡ് ടൈൽസ് മേടിക്കില്ല, എന്തുകൊണ്ടാണ് നോൺ ബ്രാൻഡഡ് ആയ കുഴപ്പം എന്താ എന്നത്. ബ്രാൻഡഡ് ടൈൽസ് പറഞ്ഞാൽ ഇത് ഓൾ ഇന്ത്യയിൽ ഉള്ള സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് സപ്ലയേഴ്സ് കൂടുതലുണ്ടാവും ഒന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ 2025 ഒരു വീട് പണിയാണ്, പർച്ചേസ് ചെയ്തു, എന്തെങ്കിലും ഒരു കാരണം ഒരു 6 മാസം ഡിലേ ആയി, എന്നിട്ടാണ് നിങ്ങൾ ടൈൽ ഒട്ടിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 5 ബോക്സ് ഷോർട്ടായി. അപ്പൊ ഈ 5 ബോക്സ് ഷോർട്ട് ആകുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ആരെങ്കിലും ഡീലറോ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈല് നിങ്ങൾക്ക് ഏതെങ്കിലും ഡീലറാണ്, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഒരു 98%, 99% വരെ ആ ടൈല് ഒരു വേറെ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും അതിന്റെ സപ്ലൈസ് കൂടുതലായ കാരണം ഒരാളുടെ ഇല്ലെങ്കിൽ വേറെ ആളുടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോർമലി എന്താ ഉണ്ടാവുന്നത്, ഒരു ഡീലർ ഒരു ടൈൽ എടുത്തു, നല്ല സെയിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ടൈല് വരുത്തണമെന്നില്ല. പുതിയ ട്രെൻഡ് വരുമ്പോൾ പഴയ ട്രെൻഡിൽ നിന്ന് മാറി അത് നീ വരുത്തേണ്ടത് ഓൾറെഡി കുറച്ച് 6 മാസം പഴയതല്ലേ, അപ്പൊ ഇനി അത് വരുത്തുന്നില്ല, പുതിയ സാധനം കൊണ്ടുവരാന്ന് പറയും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും 6 മാസം കഴിഞ്ഞിട്ടാണോ നമ്മൾ, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ടൈല് ചിലപ്പോൾ കിട്ടാൻ പെട്ടെന്ന് കുറച്ച് എക്സ്ട്രാ വേണമെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ബ്രാൻഡഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അത് അറേഞ്ച് ആവാനുള്ള ചാൻസസ് ആർ മോർ. പിന്നെ കമ്പനി സപ്പോർട്ട് ഉണ്ടാവും. എന്തെങ്കിലും പ്രോബ്ലമോ ടൈൽസിന്റെ പിന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സപ്പോർട്ട് നാച്ചുറലി ഉണ്ടാവും. അതാണ് ബ്രാൻഡഡ് ടൈൽസിന്റെ ഒരു ഗുണം. പിന്നെ ഡിസൈൻസ് ആൻഡ് ഷെയ്ഡ്സിന്റെ കണ്ടിന്യൂറ്റി. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഡിസൈൻസ് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ സെലക്ട് ചെയ്താൽ ആ ഡിസൈൻ കുറച്ചു കാലം കഴിഞ്ഞാലും കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതേപോലെ അതിന്റെ കളേഴ്സും ഷെയ്ഡ്സും അതിന്റെ കണ്ടിന്യൂറ്റി എപ്പോഴും ഇരിക്കും ഈ ബ്രാൻഡഡ് കമ്പനീസിന്റെ.
റേറ്റ്സ് അതുപോലെ തന്നെ നോർമൽ അൺബ്രാൻഡഡിനെക്കാട്ടും റേറ്റ്സിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതിന്റെ ബ്രാൻഡ് നെയിം ഉള്ള കാരണം അതിന്റെ ഗുഡ് വില്ലും അതിന്റെ റേറ്റ്സും ഉണ്ടാവും. ക്വാളിറ്റി അവർ എൻഷുർ ചെയ്യും, കാരണം അവരുടെ കമ്പനിയുടെ പേരിലാണ് ഈ ടൈൽസ് ഒക്കെ യൂസ് ആവുന്നത്. ഒബ്വിയസ്ലി ഏതൊരു ബ്രാൻഡഡ് കമ്പനി ആണെങ്കിലും അവരുടെ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇവർക്കൊക്കെ ഒരു കോഡ് കാണും. ഓരോ സെഷൻ ഇപ്പൊ ഈ ഒരു ടൈൽ എടുക്കുകയാണെങ്കിൽ ആ ബോക്സിന്റെ മുകളിൽ ഒരു കോഡ് കാണും, ഏത് മാനുഫാക്ചറിങ് ഡേറ്റിലാണ്, ഏത് കൊല്ലത്തേനാണ്. അപ്പൊ അത് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും അവരോട് ചോദിക്കാൻ. ഇത് ഞാൻ ഈ സമയത്ത് മേടിച്ചാണ്, ബില്ല് നമ്മളിപ്പം സൂക്ഷിക്കില്ല, പക്ഷെ ആ ബോക്സിന്റെ മുകളിൽ അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കോഡ് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ അന്വേഷിക്കാം. ഇപ്പൊ കൊച്ചിയിലില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോവുകയാണെങ്കിൽ യു ക്യാൻ ഗോ ദർ ആൻഡ് ആസ്ക്, ഞാൻ ഇങ്ങനത്തെ കജാരയുടെ ഏതെങ്കിലും ഡീലറിന്റെ അടുത്തോട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്ത്, എനിക്ക് ഇതിന്റെ ഒരു 10 വേണം, ഇതാണ് അതിന്റെ കോഡ്. അത് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ഈസിയാണ്. അതാണ് ഈ ബ്രാൻഡഡ് കമ്മ്യൂണിക്കേഷനിലെ ഗുണം. പിന്നെ ഇതിന്റെ കുറച്ച് ഒന്ന് രണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ടൈല് എവിടെയും കിട്ടാനില്ലെങ്കിൽ ആ ഐറ്റം അവർ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ പിന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കമ്പനി ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി അത് പിന്നെ മാനുഫാക്ചർ ചെയ്യില്ല. അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്കണ്ടിന്യൂഡ് തന്നെ. ചെറിയൊരു, കാരണം അവരുടെ അതായത് അതിന്റെ പ്രൊഡക്ഷൻ ഈസ് ഹ്യൂജ്. അപ്പൊ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി അവർ അത് പ്രൊഡക്ഷൻ ചെയ്യില്ല. അവർക്ക് അത്രയും എത്ര വലിയ ആ ഒരു ക്വാണ്ടിറ്റിയുടെ, കാരണം ഓൾ ഇന്ത്യ ബേസിൽ ചെയ്യുന്ന ഒരു കമ്പനി ആ സാധനം ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര റിക്വസ്റ്റ് ചെയ്താലും അവർക്കത് അവർ ചെയ്യുന്ന ചാൻസസ് ആർ വെരി ലെസ്. പിന്നെ ബാച്ച് വേരിയേഷൻ ഉണ്ടാവും. അത് ഏത് ടൈൽ, ഇപ്പൊ ഏത് കമ്പനിയുടെ ടൈലാണെങ്കിലും നമ്മൾ ഇപ്പൊ എടുക്കുന്ന ബാച്ചും പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് എടുക്കുന്ന സെയിം ടൈലും സെയിം കോഡാണെങ്കിലും ചെറിയൊരു ബാച്ച് വേരിയേഷൻ ഉണ്ടാവും. അത് ഒരു നോർമൽ കേസാണ്. അത് എല്ലാ ടൈലിനും ഉണ്ട്. ഏത് ഇമ്പോർട്ടർ എടുത്താലും ഇറ്റാലിയൻ എടുത്താലും സ്പാനിഷ് എടുത്താലും എവിടുത്തെ ടൈൽ എടുത്താലും ബാച്ച് ടു ബാച്ച് വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു എക്സ്ട്രാ അത് കണ്ടിട്ട് വേണം എടുക്കാൻ. എക്സാക്ട് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതാണ്, എവിടെയെങ്കിലും കട്ടിങ്ങോ എന്തെങ്കിലും വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ടൈൽസ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സെയിം ബാച്ചിൽ കിട്ടണമെന്നില്ല, വേറൊരു ബാച്ചിലും കിട്ടുക. അപ്പൊ ആ സെയിം വേറെ ബാച്ചിൽ കിട്ടുമ്പോൾ ചെറിയൊരു വേരിയേഷൻ, ഐ നോട്ട് സെയിങ് ഭയങ്കര വേരിയേഷൻ ഉണ്ടാവും, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസസ് ആണ്. ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഇനി കമ്പാരിറ്റീവ്ലി അൺബ്രാൻഡഡ്, ഈ അൺബ്രാൻഡഡിന്റെ ഇതെന്താ വെച്ചാൽ ഇത് ലെസ് സപ്ലൈസ് ആണ്. 1-2 സപ്ലൈസ് അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു അവരുടെ ഷോറൂമിൽ വിൽക്കുന്നു. അത് കണ്ടിന്യൂ ആവണമെന്നില്ല. ലെസ് സപ്ലൈ, അപ്പൊ നമുക്ക് ആ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ അവിടെ അന്വേഷിക്കാനും പറ്റില്ല. ഇവര് അധികം ചെയ്യുന്നത് ഈ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ്, അവർക്ക് അറിയാം മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഫാസ്റ്റ് മൂവിങ് ആവുന്നത്, അതിന്റെ ഐറ്റംസും അവർ അധികം കൊണ്ടുവരിക. അപ്പോൾ അവർ മാർക്കറ്റിൽ വരുമ്പോൾ ആ സാധനം അവർക്ക് ബ്രാൻഡഡ് ഐറ്റംസിന്റെ റേറ്റിനെക്കാട്ടും കുറച്ച് ഡിസ്കൗണ്ടഡ് വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ അൺബ്രാൻഡഡ് ടൈൽസ് കാണുന്നതൊക്കെ അധികം ബ്രാൻഡഡ് കമ്പനീസിന്റെ അതേ മാച്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള നിൽക്കുന്ന ഡിസൈൻസോ കാര്യങ്ങളോ ആയിരിക്കും. കാരണം അവർക്ക് അതാണ് ഇമ്പോർട്ടൻസ്. അവർ ഏതാണ് ഫാസ്റ്റ് സെല്ലിംഗ് ആണോ അതാണ് അവർ അധികം കൊണ്ടുവരുന്നത്. പിന്നെ റേറ്റ്സ് കമ്പാരിറ്റീവ്ലി ബ്രാൻഡിനെക്കാട്ടും കുറവായിരിക്കും. ക്വാളിറ്റി, കാരണം ഇവരും മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനാണ്. അപ്പൊ ക്വാളിറ്റി അത്ര മോശമൊന്നും ആവില്ല, കാരണം എന്നാലും കമ്പയർ ടു ബ്രാൻഡഡ് ഒരു ചിലത് മാത്രം. പ്രൊഡക്ഷൻ എല്ലാം സെയിം, പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. ഇപ്പൊ വിട്രിഫൈഡ് ടൈലാണെങ്കിൽ വിട്രിഫൈഡ് ടൈലിന്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്താലും ജോൺസൺ ചെയ്താലും ഞാൻ ചെയ്താലും എല്ലാം അതിന്റെ പ്രൊഡക്ഷൻ സംഭവം അത് സെയിം തന്നെയാണ്. അതിൽ ക്ലേയും സ്കോട്സും ഇതൊക്കെ തന്നെ വരുന്നത്, പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ, എന്നാലും അത് ടൈലാവും. പിന്നെ ഇതിന്റെ വേറൊരു അൺബ്രാൻഡിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ടി നമ്മൾ ഒരു ടൈൽ സെലക്ട് ചെയ്തു, ആ പ്രോജക്റ്റ് അപ്രൂവ് ആയി വരുമ്പോഴേക്കും ചിലപ്പോൾ ബ്രാൻഡഡ് ആണെങ്കിൽ അത് കിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനീസിനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് ആണ് അവർ നമുക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്ത് തരും. നമ്മൾ വോളിയം ഓർഡർ ഒക്കെ ആണെങ്കിൽ തേക്കാൻ അവർ ആ ഓർഡർ എടുത്തിട്ട് നമുക്ക് വേണ്ടി ചെയ്യാനുള്ള ചാൻസസ് ആണ്. അപ്പൊ അത് അൺബ്രാൻഡഡിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അൺബ്രാൻഡഡിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുതലാണ്, കുറെ പേരുണ്ടാവും, ഒരേ സാധനം തന്നെ പലരും വിൽക്കുന്നുണ്ടാവും. അപ്പോ റേറ്റ്സ് നമുക്ക് ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് റേറ്റ്സ് നല്ല ലെസ്സിൽ കിട്ടും. കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കുമ്പോൾ റേറ്റ്സ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്രാൻഡഡിൽ അങ്ങനെയല്ല. ബ്രാൻഡഡിന് ഡീലേഴ്സിന് ഓൾറെഡി ഒരു റേറ്റ് കൊടുത്തിട്ടുണ്ടാവും, ഷോറൂമിൽ ഒരു റേറ്റ് ഉണ്ടാവും, പിന്നെ ഡീലേഴ്സിന്റെ ഒരു മാർജിൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിഫറൻസ് എപ്പോഴും
ഈ ബ്രാൻഡഡ് നമുക്ക് റേറ്റ്സിൽ ഒരു നെഗോഷിയബിൾ റേറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കോഡ്, ഞാൻ അവിടെ മുന്നേ ബ്രാൻഡഡിൽ കോഡ് സ്പെസിഫൈ ചെയ്യാൻ കാരണം മോർ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള കാരണം ഇവർ ഇതിന്റെയൊക്കെ പേര് മാറി മാറി അറിയിക്കുക. അപ്പോൾ ഒരു ഐറ്റം നമ്മളിപ്പോ കമ്പനിയിൽ നിന്ന് ഡീലറിന്റെ അടുത്ത് മേടിച്ചു, ആ സാധനത്തിന്റെ പേര് അവരുടേതായ ഒരു പേര് വയ്ക്കും. പക്ഷെ അതേ സാധനം നമ്മൾ വേറെ അന്വേഷിച്ചാൽ ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. കാരണം അതേ സാധനം ഉണ്ടാവും മാർക്കറ്റിൽ, പക്ഷെ അത് വേറെ ഏതെങ്കിലും പേരിലാവും. ഇപ്പൊ പേരോ കോഡോ വെച്ചിട്ട് നമുക്ക് ഇത് ട്രേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റിസ്ക് ആണ്. നമ്മൾ സാധനം കണ്ടു കഴിഞ്ഞു ഇത് തന്നെയാണ് അത് ആവോ, പക്ഷെ പേര് നമ്മൾ സെയിം ആണെങ്കിൽ ഇത് തന്നെ അത് നമുക്കൊരു ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷെ അൺബ്രാൻഡഡിൽ അങ്ങനെ ഒരു ഇതുണ്ട്, അവര് പല പേരിലും ഇത് മാർക്കറ്റിൽ വരിക. ഒരേ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരേ സാധനം തന്നെയാവും, പക്ഷെ പല പേരിലാവും. അപ്പൊ നമ്മളൊരു സാധനത്തിന്റെ പേര് എടുത്തിട്ട് മറ്റേ വേറെ ആളോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇതില്ല, നമ്മുടെ ഇതിനെ പോലത്തെ മാച്ചിങ് ഉണ്ട്, ഇതേ സാറിന് കാണിച്ച ഇതൊക്കെ തന്നെയാണ്, സെയിം ഉണ്ടോ, ഇത് തന്നെയാണ് സാധനം എന്നൊക്കെ പറയും. പക്ഷെ പേര് ചിലപ്പോൾ മാറുണ്ടാവും. ഇത് ബിയാങ്കോ ആവും, ചിലത് ബ്ലാങ്കോ ആവും. ഈ ടൈൽ ഫീൽഡിൽ കളേഴ്സിന് അവർ ബ്ലാങ്കോ, ബിയാങ്കോ, ഗ്രേ ആണെങ്കിൽ ഗ്രിസ്, ബ്ലാക്ക് ആണെങ്കിൽ നീരോ, ഇനി അതിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ബിയാങ്കോ, നീരോ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഒരു ഇറ്റാലിയൻ നെയിം ഒക്കെ കൊടുത്തിട്ട് ആണ് മാർക്കറ്റിൽ ഇത് ഇറങ്ങുന്നത്. അപ്പോൾ എപ്പോഴും അൺബ്രാൻഡഡും ബ്രാൻഡഡും കൂടിയിട്ടുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ഡിസൈഡ് ചെയ്യണം എവിടെയാണ് വേണ്ടത്. തേർഡ് പോയിന്റ് ആണ് നമ്മുടെ ടൈൽ സെലക്ഷൻ. ടൈൽ സെലക്ഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് ഏതാണോ യൂസേജ് ഏരിയ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ടൈൽ സെലക്ട് ചെയ്യാൻ. ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ചാർട്ട് ഇട്ടാക്കിയിട്ടുണ്ട്. ലിവിംഗ് ആൻഡ് ഡൈനിങ് ബെഡ്റൂംസ്, അതായത് ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി PGVT, GVT വിട്രിഫൈഡ്. PGVT പറഞ്ഞാൽ പോളിഷ്ഡ് ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ടൈൽ, അതാണ് പോളിഷ്ഡ് ഗ്ലേസ്ഡ് വിട്രിഫൈഡ്, നല്ല പോളിഷ്ഡ് ആയിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ടൈൽ, ഇത് ഈ 3 കാറ്റഗറിയിലും നമുക്ക് ലിവിംഗ് ബെഡ്റൂംസോ ലിവിംഗ് റൂംസോ ഇന്റീരിയേഴ്സിൽ ചെയ്യാൻ റെക്കമെൻഡ് ടൈൽസ് ഇതാണ്. ബാത്റൂം ഫ്ലോറിലേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടത് മാറ്റ് അല്ലെങ്കിൽ ആന്റിസ്കേറ്റ് ടൈപ്പ് ടൈൽസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളല്ല എല്ലാവരും റെക്കമെൻഡ് ചെയ്യും ഈ ഫീൽഡിലുള്ളത്. ബാത്റൂം കിച്ചൺ വാളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സെറാമിക് ടൈൽസ് യൂസ് ചെയ്യാം, വിട്രിഫൈഡ് ഗ്ലേസ്ഡ് സാറ്റിൻ മാറ്റ് ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം കിച്ചൺ ബാത്റൂംസിന്റെ വാൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കേണ്ട ഒരു സംഭവമാണ്. എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും, കാരണം അവിടെ യൂസേജ് കൂടുതലാണ് അവിടെ. ഇപ്പൊ ഗ്ലേസ്ഡ് ടൈലും ഈ സെറാമിക് വിട്രിഫൈഡ് ഒക്കെ ആണെങ്കിൽ ഈസി ടു മെയിൻറ്റെയിൻ ആണ് അതിന്റെ മെയിൻ അതിന്റെ കാരണം. അതുകൊണ്ടാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ മാറ്റ് വെച്ചിട്ടും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ആണ്. ചില ഡിസൈൻസ് ചിലർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് ഗ്ലോസിൽ കിട്ടുന്നില്ലെങ്കിൽ മാറ്റ് വെച്ച് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടഡ് കാറ്റലോഗ്സ് ഒക്കെ കാണുമ്പോൾ അതിലൊക്കെ ഫുൾ വാളും ഫ്ലോറും ഒക്കെ മാറ്റ് വെച്ച് ചെയ്യുന്ന, GVT വെച്ച് ചെയ്യുന്നതും വിട്രിഫൈഡ് ടൈൽ വെച്ച് ചെയ്യുന്ന കുറെ കാറ്റലോഗ് കാണും. ഇപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ കോമൺലി റെക്കമെൻഡ് ഇതാണ്. ഔട്ട്ഡോർ ടൈൽസ് ചെയ്യുമ്പോൾ, ഔട്ട്ഡോർ പറഞ്ഞാൽ ബാൽക്കണി, ടെറസ് അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ കാർ പോർച്ച് വരുന്നില്ല. ബാക്കിയുള്ള ഏരിയസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഫുൾ ബോഡി ടൈൽസോ അല്ലെങ്കിൽ മാറ്റോ ആൻഡിസ്കോ. ഈ ഫുൾ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രൂ ആൻഡ് ത്രൂ ഒരേ മെറ്റീരിയൽ ആയിരിക്കും. ഈ പുറത്ത് വരുമ്പോൾ നമുക്ക് കുറെ എഡ്ജസ് വരും. ഇപ്പൊ സ്റ്റെപ്പായി അല്ലെങ്കിൽ ഗ്രില്ലായി അവിടെയൊക്കെ വരുമ്പോൾ ഈ എഡ്ജ് ഭയങ്കര ഷാർപ്പായി നിൽക്കാതെ ഒന്ന് ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫുൾ ബോഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഔട്ട്ഡോഴ്സിലേക്ക് എപ്പോഴും ഫുൾ ബോഡി റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഫുൾ ബോഡിയിൽ തന്നെ ആന്റിസ്കിഡ് ടൈപ്പ് ഉണ്ട്, മാറ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മളുടെ കളേഴ്സും ചോയ്സിനും ഇന്റീരിയേഴ്സിന്റെ ആംബിയൻസും അനുസരിച്ച് പ്ലസോ മൈനസോ ഇഷ്ടമുള്ളത് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് കമേഴ്ഷ്യൽ ടൈൽസ്. ഈ കമേഴ്ഷ്യൽ ടൈൽസിനും ഫുൾ ബോഡിയും യൂസ് ചെയ്യാം. പിന്നെ ഇത് കമേഴ്ഷ്യലിന് വേണ്ടി ഹെവി ഡ്യൂട്ടി ടൈൽസ് പറഞ്ഞിട്ട് വരുന്നുണ്ട്, ഡബിൾ ചാർജ് പറഞ്ഞിട്ട്, അതായത് അതിന്റെ ടോപ്പ് കോട്ടിംഗ് ഡബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് ഈ ഇൻഡസ്ട്രിയൽ പർപ്പസസ് അല്ലെങ്കിൽ എയർപോർട്ട്സ് അങ്ങനത്തെ ഹ്യൂജ് ട്രാഫിക് ഉള്ള ഏരിയാസ്, ട്രോളീസ് ഒക്കെ ഓടുന്ന ഏരിയാസ്, ഹോസ്പിറ്റൽസ്, അവിടെയൊക്കെ അധികം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഡബിൾ ചാർജ് ഹെവി ഡ്യൂട്ടി ടൈൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഏരിയ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ടൈലിന്റെ സെലക്ഷന്റെ പാർട്ടും നോക്കാൻ. ഇനി ടൈലിന്റെ ഫിനിഷസിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഗ്ലോസി ഫിനിഷ്, ഗ്ലോസി എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, അത് ഗ്ലോസി ആണ്, ഗ്ലേസ്ഡ് ആണ്. അപ്പൊ ഇത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, നല്ല ഷൈൻ ഉണ്ടാവും, നല്ല റിഫ്ലക്ഷൻ കിട്ടും. നമുക്ക് എന്തെങ്കിലും നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഇത് ഇടുമ്പോൾ ലുക്കും നല്ല ഒരു അതിന്റെ ആംബിയൻസ് ഭയങ്കര രസമായിരിക്കും. കാരണം നല്ല ഇപ്പോൾ ഗ്ലോസി ടൈൽ ഫ്ലോറിൽ വിട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും,
നല്ല വെളിച്ചം കിട്ടും. പിന്നെ റൂമിന് തന്നെ കുറച്ച് വലിപ്പം തോന്നി. പിന്നെ ഇതിന്റെ ഒരു ലക്ഷറിയസ് എഫക്ട്, ഇപ്പൊ ഇറ്റാലിയൻ മാർബിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇറ്റാലിയൻ മാർബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടിന്റെ ഒരു ആംബിയൻസ് ആണ് കൂടുതൽ ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടും. പിന്നെ അത് ഹൈലി പോളിഷ്ഡ് ടൈൽസ് ആയിരിക്കും, ഈസി ടു മെയിൻറ്റെയിൻ ആണ്. ഇതില് നമ്മൾ ടൈൽസ് ഇടുമ്പോൾ എപ്പോഴും റൂമിനനുസരിച്ചിട്ടാണ് ടൈലിന്റെ സൈസുകളും നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു ചെറിയ ഒരു റൂമാണെങ്കിൽ അവിടെ വലിയ 8x4 അല്ലെങ്കിൽ വലിയ വലിയ ടൈൽസ് കൊണ്ടുവന്ന വേസ്റ്റേജ് അത്രയും കൊടുക്കും. കാരണം കട്ടിങ് വേസ്റ്റേജ് കൂടും. അപ്പൊ നമ്മൾ റൂമിന്റെ സൈസ് അല്ലെങ്കിൽ ഏരിയയുടെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ടൈൽ സെലക്ട് ചെയ്യണം. ഈ ഗ്ലോസി ടൈൽസിൽ എപ്പോഴും നമുക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ലേ ചെയ്യുമ്പോൾ ഇതിന്റെ സ്പേസർ ഗ്യാപ്പ്, ഇതെല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നമ്മൾ ജോയിന്റ് ഫ്രീ ആയിട്ട് ഒട്ടിക്കണോ, ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കണോ? പക്ഷെ ഈ ഗ്ലോസി ടൈൽ എപ്പോഴും ജോയിന്റ് ഫ്രീ ആയിട്ട് ഒട്ടിച്ചാലാണ് അതിന് ഭംഗി. കാരണം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലും എപ്പോക്സി ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും അതിന് ആ ഗ്ലോസിനെസ് ഉണ്ടാവില്ല. പക്ഷെ ഈ ടൈലിലൊക്കെ ഒരു സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ 2 ടൈൽ ഒട്ടിച്ച് മൂന്നാമത്തെ ലൈനായിട്ടും ചെറിയ 0.1 mm ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ലൈൻസ് ഒക്കെ മാറാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സ്പേസറാണ് റെക്കമെൻഡ്, കമ്പനീസ് എല്ലാവരും സ്പേസർ റെക്കമെൻഡാ ചെയ്യുന്നത്. പിന്നെ ജോയിന്റ് ഫ്രീ ആയിട്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് എപ്പോക്സി ചെയ്യാൻ പറ്റില്ല, നോർമൽ ഗ്രൗട്ടേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ സ്പേസർ ഇട്ട് ചെയ്യണോ ഇടാതെ ചെയ്യണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവരും മനസ്സിലുണ്ടാവും. അപ്പൊ അത് നമ്മളുടെ റൂംസിനനുസരിച്ച് നമുക്ക് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. മെയിൻ്റെനൻസ് നോക്കുമ്പോൾ എപ്പോഴും സ്പേസർ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് എപ്പോക്സി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും നീറ്റായി കിടക്കും. ഇപ്പൊ ഈ എപ്പോക്സി എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഇപ്പൊ ഇത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഈ നമ്മൾ 2 ടൈൽ ഒട്ടിക്കുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുന്ന പൗഡറിനെയാണ് പറയുന്നത് ഗ്രൗട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രൗട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് സിമെന്റ് ബേസ്ഡ് നോർമൽ പൗഡർ, അത് വെള്ളത്തിൽ കലക്കി നമ്മൾ തേക്കുന്നു. അത് നമ്മുടെ ഒരു പിന്നെ മറ്റേതാണ് ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് എപ്പോക്സി. അത് സെയിം കളറിൽ തന്നെ കിട്ടും. ഇപ്പൊ വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ഗ്രേ ആണെങ്കിൽ ഗ്രേ, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ഏത് കളറിലും ഇത് രണ്ടും കിട്ടും. നോർമൽ ഗ്രൗട്ടും കിട്ടും, എപ്പോക്സി ഗ്രൗട്ടും കിട്ടും. ഇപ്പൊ നമ്മുടെ നോർമൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ചളിയുണ്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, A4 ഷീറ്റിൽ നമ്മുടെ കയ്യിലുള്ള ചളി പിടിച്ചിരിക്കും. നമുക്കത് ക്ലീൻ ചെയ്ത് അത് പരക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നോർമൽ ഗ്രൗട്ട്. കാരണം അത് സിമെന്റ് ബേസ്ഡ് ആണ്, പോറസ് ആണ്. അത് അതിന് ചളി പിടിച്ചു കഴിഞ്ഞാൽ അത് അതിനെ അബ്സോർബ് ചെയ്യും. പക്ഷെ എപ്പോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇതേ A4 ഷീറ്റിനെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ചളി തുടച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോയി. അതുകൊണ്ടാണ് എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനബിൾ, ഇറ്റ്സ് ഈസി ടു ക്ലീൻ. പിന്നെ ആ കളർ അതേപോലെ മെയിൻറ്റെയിൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വൈറ്റ് ടൈൽസിന്റെ ഒപ്പം വൈറ്റ് ആവും നിങ്ങൾ താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ ടൈൽ ഇതേ സമയത്ത് വൈറ്റോ ഓഫ് വൈറ്റോ ടൈലാണെങ്കിൽ നമ്മൾ ഫില്ലിങ് ചെയ്തിരിക്കുന്നത് ഓഫ് ടൈലോ അങ്ങനത്തെ ഒരു കളറായിരിക്കും. ബട്ട് ഗ്രാജുവലി 10 പ്രാവശ്യം മോപ്പ് ചെയ്യുമ്പോഴേക്കും അത് ഗ്രേ ആയിരിക്കും. കാരണം ഈ മോപ്പിലുള്ള ചളി അതിൽ പിടിച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും, മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത സെഷനിൽ ഗ്രൗട്ടിനെ പറ്റി പറയുന്നുണ്ട്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ ഗ്ലോസിയിൽ വെറ്റ് ഏരിയാസിൽ ഗ്ലോസി ടൈൽസ് റെക്കമെൻഡഡ് അല്ല, നല്ല വാട്ടർ. പിന്നെ അതിൽ ചിലപ്പോ ഈ വെള്ളത്തിന്റെ നിലവാരം അനുസരിച്ച് അതിൽ വാട്ടർ സ്പോട്സ് കാണാൻ ചാൻസ് ഉണ്ട്, സ്റ്റെയിൻസ് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ലൈറ്റ് ഒക്കെ ഉള്ളിടത്ത് നല്ല റിഫ്ലക്ഷൻ അടിക്കും. ഇപ്പൊ വീട്ടിലൊക്കെ നല്ല ജനലിന്റെ അവിടെ നിന്നൊക്കെ വെയിലടിക്കുന്നതാണെങ്കിൽ അത് ആ ടൈലിലടിച്ചിട്ട് ഭാഗത്ത് റിഫ്ലക്ഷൻ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ കർട്ടൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഗ്ലോസിയുടെ ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. പിന്നെ വരുന്നത് നമ്മുടെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. മാറ്റ് ഫിനിഷ് ടൈൽസിൽ ഇത് നോൺ റിഫ്ലക്റ്റീവ് ആണ്. ഇതിന്റെ ടെക്സ്റ്റേഴ്സ് പലതരത്തിലുള്ള ടെക്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൽ 2 തരത്തിൽ, ഈ മാറ്റിൽ തന്നെ ആന്റി സ്കിഡ്, സാറ്റിൻ ഫിനിഷ്. ഒരു നാച്ചുറൽ, ഈ മാറ്റ് ഫിനിഷ് ഇട്ടാൽ ഒരു നാച്ചുറൽ ലുക്കാണ്. കാരണം റിഫ്ലക്ഷൻ അടിക്കാത്ത കാരണം ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ ഒരു ആംബിയൻസിന് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ച ഒരു കളർ നമുക്ക് കിട്ടും. നമ്മളിപ്പോ ഒരു ഇന്റീരിയേഴ്സിൽ നമ്മൾ കർട്ടൻസും സോഫാസും അതിന്റെ പെയിന്റും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ മാറ്റ് ടൈൽസ് ആണ് എപ്പോഴും
ആ ഇതിൽ നിൽക്കുക. മറ്റേത് റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു നല്ല വൈറ്റ് ടൈൽ ഇട്ടു, നമുക്ക് നമ്മൾ വിചാരിക്കും ഗ്ലോസിയുടെ കാര്യം പറയാം, നമ്മളൊരു വൈറ്റ് ടൈല് ഫ്ലോറിൽ ഇട്ടിട്ട് നമ്മൾ മനസ്സിലാ വീട് മുഴുവൻ വൈറ്റ് ആയിരിക്കണം. പക്ഷെ നമ്മൾ അവിടെ സെലക്ട് ചെയ്യണ വാം ലൈറ്റ് ആയിരിക്കും. വാം ലൈറ്റ് അടിക്കുമ്പോൾ ഈ വൈറ്റ് മാറിയിട്ട് അതിനൊരു യെല്ലോ, രണ്ട് റിഫ്ലക്ഷൻ ഉള്ള കാരണം നമ്മളുടെ മനസ്സിലില്ല വിചാരിച്ച വെള്ളം കളർ മാറിയിട്ട് അതിനൊരു യെല്ലോയിഷ് ടിഞ്ച് വരും. നമ്മൾ എന്താണോ ലൈറ്റ് അതിനനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. മാറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്റീരിയേഴ്സ്, നിങ്ങളുടെ ആരാണോ ഇന്റീരിയേഴ്സ് അവർ പ്ലാൻ, അവരുടെ മനസ്സിൽ ഒരു ഇന്റീരിയർ തീം ഉണ്ടാവുക. ആ തീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ മാറ്റ് ടൈൽസ്. അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റ് ടൈൽസിന്റെ ഡിമാൻഡുകൾ കൂടുന്ന, ആൾക്കാർ മാറ്റ് ടൈൽസ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട്. പക്ഷെ ഓൺലി ഡിഫറൻസ് ഈസ് ക്ലീനിങ് ആണ്. മറ്റേതാകുമ്പോൾ കൊച്ചിന് വേണമെങ്കിൽ മോപ്പെടുത്ത് ഓടിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ അത്ര ഈസി അല്ല, കുറച്ചൊരു ഗ്ലോസി ടൈലിനെക്കാട്ടും കുറച്ചൊരു ഇതാണ്. പക്ഷെ അൺക്ലീനബിൾ അല്ല, ഇറ്റ്സ് ഓൾസോ ക്ലീനബിൾ. പിന്നെ സ്ലിപ്പ് റെസിസ്റ്റൻസ് ആണ്, വെറ്റ് ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ചെറിയ ചെറിയ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കാണില്ല, ഹൈറ്റ് സ്റ്റെയിൻസ്. പിന്നെ ഇതിനിപ്പോ ഒരു വീട്ടിലൊക്കെ നമ്മൾ മാറ്റ് ടൈലൊക്കെ ചെയ്തൊരു വാംത്ത്, ഒരു പ്രത്യേക ഫീലാണ് അത് ഇട്ട് കഴിഞ്ഞ്, മാറ്റ് ടൈൽസ് ഒക്കെ വീട്ടിൽ ഇട്ട് കഴിഞ്ഞ് ആ ഇന്റീരിയേഴ്സ് ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗി ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ ഈ പലയിടത്തും നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഈ ഗ്ലോസി ടൈലായ കാരണം ഇപ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോൾ അവര് മാറ്റ് ടൈല് വീടിന്റെ ഉള്ളിലിടണോ, അത് ശരിയാവോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉണ്ടാവും. കാരണം നമ്മൾ കാണാറില്ല, മാറ്റ് ടൈൽസ് വീടിന്റെ ഉള്ളിൽ ചെയ്ത് കാണാത്തത് കൊണ്ടാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ NRIs ഒക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ അധികം മാറ്റ് ടൈൽസ് ആണ് ഫ്ലോർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും എല്ലാം ഗ്ലോസി ടൈലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡൗട്ട്, ഗ്ലോസി ചെയ്താൽ മാറ്റ് ചെയ്താൽ എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ. പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ്. മാറ്റ് ക്യാൻ ബി ഓൾസോ, മാറ്റിൽ നമുക്ക് ഈ സാറ്റിൻ ഫിനിഷ് ഒക്കെ വരുന്നത് ഈസി ടു ക്ലീൻ ആണ്. ഭയങ്കര റഫ് ആയിട്ടുള്ള ഹെവി ടെക്സ്ചറുള്ള മാറ്റ് ടൈൽസ് എടുക്കാതെ ഇരുന്നാൽ മതി. ഹാർഡ് അത് ക്ലീനിങ് ആണ് ഇതിൽ രണ്ടിന്റെയും ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഈ ലൈറ്റിന്റെയും, പിന്നെ ലൈറ്റർ ഷെയ്ഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂംസിന്റെ സൈസ് വലുതായി തോന്നും. ബിഗർ ദ സൈസ് ലെസർ ദ ജോയിന്റ്സ് എന്ന് പറയുന്നത്. ടൈലിന്റെ സൈസ് അനുസരിച്ച് ബിഗർ സൈസ് ആണെങ്കിൽ ജോയിന്റ്സ് അത്രയും കുറയും, ചെറിയ സൈസ് ആണെങ്കിൽ ജോയിന്റ്സ് കൂടും. അപ്പൊ അത്രയും എപ്പോക്സി മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൂടും. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഇതും കൺസ്റ്റൈൻ ചെയ്യണം. പിന്നെ വരുന്നതാണ് ആന്റിസ്കേറ്റ്. ആന്റിസ്കേറ്റ് ഒബ്വിയസ്ലി ഇത് സ്ലിപ്പ് റെസിസ്റ്റന്റ് ആണ്. മാർക്കറ്റിൽ ഇതിന് R-വാല്യൂ എന്ന് പറയുന്നത് റേറ്റിംഗ് ഉണ്ട്, R-വാല്യൂ റേറ്റിംഗ് എന്നാ പറയുന്നത്. ഇതൊരു R9 തൊട്ട് R13 ആണ്. ഹയർ ദ R-വാല്യൂ മോർ സ്ലിപ്പ് റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ മാർക്കറ്റിൽ നിങ്ങൾ ചിലപ്പോ ഡിസ്ക് ടൈപ്പ് വേണമെങ്കിൽ അധികം റഫ് വേണ്ട ഏരിയയിലേക്ക് മാത്രം നമുക്ക് ഹയർ കാരണം ഇത് ആന്റിസ്കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആന്റിസ്കിഡ് ആക്കുന്നത് തന്നെ ഇതിന്റെ മുകളിൽ ഗ്രൂവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മെയിൻ്റെനൻസ് അത്ര എളുപ്പമായിരിക്കില്ല. മോർ ദ ആന്റിസ്കിഡ് മോർ ഡിഫിക്കൽട്ട് ടു ക്ലീൻ. അപ്പൊ അത് ഉണ്ട്, അത് മനസ്സിൽ വെക്കാം. പിന്നെ നോർമലി ഇപ്പോൾ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ ഓൺലി നമ്മൾ ഈ ഷവർ ഏരിയയിൽ മാത്രം ആന്റിസ്കിഡ് വെച്ചു. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് യു ഹാവ് ഫോർ യുവർ ബാത്റൂം ഒരു ഡ്രൈ ഏരിയ, ഒരു വെറ്റ് ഏരിയ, അങ്ങനെയാണ്. ഈ വെറ്റ് ഏരിയയിൽ മാത്രം നമ്മൾ ആന്റിസ്കിഡ് യൂസ് ചെയ്തിട്ട് ഡ്രൈ ഏരിയയിലേക്ക് മാറ്റോ സെമി മാറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ നമുക്ക് ഇത് ആ ഒരു ക്ലീനിങ്ങിന്റെ ഒരു ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആന്റിസ്കിഡിൽ തന്നെ പല കളർ, ഇപ്പൊ സൈസും ഷേപ്പും എല്ലാം എല്ലാ ഇതിലും സൈസിന്റെ കാര്യത്തിൽ നമുക്ക് വിഷമിക്കണം. പല കമ്പനീസും പല ടൈപ്പുള്ള സൈസിൽ വരുന്നുണ്ട് മാർക്കറ്റിൽ. അതൊരു കൺസ്ട്രെയിന്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. തേർഡ് പോയിന്റ് ആണ് വാട്ട് കോൺട്രാക്ടേഴ്സ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു കോൺട്രാക്ടേഴ്സ് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് നമ്മൾ പറയുക കോൺട്രാക്ടേഴ്സ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, കോൺട്രാക്ടേഴ്സ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു പക്ഷെ കോൺട്രാക്ടർ പറഞ്ഞു അതാവും നല്ലത്. കാരണം അതില് ഈ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. അവരെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ അവർക്ക് അത് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ഒരു കോൺട്രാക്ടറിനെ വീട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ബഡ്ജറ്റ്, ടൈലിങ്ങിന്റെ ഒരു ബഡ്ജറ്റ് അവർ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, 40 to 45 rupees ആണ് അവർ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് ആ ഒരു 45 rupeesന്റെ ബഡ്ജറ്റിൽ പറഞ്ഞാൽ അവർക്ക് അതിലൊരു പ്രോഫിറ്റ്, ഒരു മാർജിനും വേണമല്ലോ. അപ്പൊ അവര് നോക്കുന്നത് ഒരു 38 to 42 rupeesന്റെ ഉള്ളിലുള്ള ടൈൽ അവർ നോക്കുള്ളൂ. അപ്പോൾ അവര് ആ ഒരു റേഞ്ചിലുള്ളതാണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ നിങ്ങളോട്
നിങ്ങളോട് അത് ഇഷ്ടപ്പെടാൻ പറയും. അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻ അവരുടെ ഉണ്ടാവും എപ്പോഴും ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ അതിന്റെ മേലെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് അവർ കാണിച്ച് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് വേറെ ടൈൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ആ ഒരു പ്രോബ്ലം എപ്പോഴും വരുന്നുണ്ട്. അത് അവരോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാനുള്ളത്. എക്സ്ട്രാ എന്താ വരുന്നത് വെച്ചാൽ നമുക്ക് പേ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അതിന്റെ എന്താണോ കോസ്റ്റ് വരുന്നത് ബിയർ ഇട്ടുന്നോ അല്ലെങ്കിൽ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. പിന്നെ ചില കോൺട്രാക്ടേഴ്സിന് ഓഫേഴ്സ് കിട്ടും പല ഡീലേഴ്സിന്റെ. കാരണം അപ്പൊ ഒരു ഡീലർ ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 ഐറ്റം കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും കോൺട്രാക്ടറോട് പറയും നീ ഇത് വിറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ ഇത്ര വില വെച്ചാൽ നീ ഈ വിലക്ക് തരാം. അപ്പൊ അത് അവർക്ക് അത് ഒരു ബെനിഫിറ്റ് ആണ്. അവരും അത് നമ്മളോട് പറയും ഇത് നല്ല ടൈല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും. പിന്നെ ബിഗ് സൈസ് സ്മോൾ സൈസ് ഈ ടൈൽ എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ആ കോൺട്രാക്ടർ നമുക്ക് 45 രൂപ ടൈൽ കോസ്റ്റും ഒരു 15 to 20 രൂപ അതിന്റെ ലേബർ ആയിട്ടാണ് കോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ബിഗർ സൈസ് എടുക്കുകയാണ്. സപ്പോസ് നമ്മളൊരു 8x4 വലിയ സ്ലാബ് സൈസുള്ള ടൈലുകൾ എടുക്കുക, അവർക്ക് ആ 15 to 20 റുപ്പീസിൽ അവർക്ക് അത് ഒതുങ്ങില്ല. കാരണം ഇത് അത് ഒരു 3 പേര് അത് ക്യാരി ചെയ്യാൻ വേണം. അത് ഒട്ടിക്കണമെങ്കിൽ 3-4 പേര് പിടിക്കാൻ ആൾ വേണം. ലേബർ കൂടുതൽ വരും. അതുപോലെ തന്നെ ചെറിയ സൈസ് നോർമൽ ചെറിയ സൈസ് ഇപ്പൊ ചെറിയ 4 ഇഞ്ച് 5 ഇഞ്ചിന്റെ ടൈലൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു 2x4 ഒരു ടൈല്, അതായത് 2 അടി 4 ഒരു ടൈല് ഒട്ടിച്ചു കഴിഞ്ഞാൽ 8 സ്ക്വയർ ഫീറ്റ് കവറായി ഒറ്റ ടൈൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ഒരു ചെറിയ ടൈൽ 5-10 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 15 സെന്റിമീറ്ററിന്റെ ടൈലാണെങ്കിൽ ഇതേ 8 സ്ക്വയർ ഫീറ്റ് ഒട്ടിക്കണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ 20 ടൈലോ 18 ടൈലോ ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞാലാണ് ആ 8 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അവിടെയും ലേബർ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ തന്ന ബഡ്ജറ്റിനെക്കാട്ടും മേലെ പോകുന്നവരുടെ ടൈലിന്റെ സൈസും കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയും ഇത് ടൈൽ അതല്ല, നമുക്ക് ഈ സൈസാണ് നല്ലത്. പിന്നെ ഇത് ഹാൻഡ്ലിങ് അൺലോഡ് ചെയ്യേണ്ടി വരും. ടൈല് നോർമലി സപ്ലയേഴ്സ് ഡീലേഴ്സ് ടൈൽ ഇവിടുന്ന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അൺലോഡിങ് യൂണിയൻ ഉള്ള ഏരിയയിൽ യൂണിയൻ ആവും, അല്ലെങ്കിൽ അവിടെ പണിക്കാരാണ് ഉള്ളത് അവരാണ് ഇറക്കുന്നത്. അപ്പൊ വലിയ ടൈലൊക്കെ ആണെങ്കിൽ ഇറക്കണമെങ്കിൽ അവർക്ക് എക്സ്ട്രാ ലേബേഴ്സ് വേണം. വലിയ വലിയ സ്ലാബുകൾ ഇറക്കാനാണ്. ചെറിയ ടൈലാണെങ്കിൽ 1-2 പേർക്ക് ഓരോരോ ബോക്സ് ആയിട്ട് ഇറക്കി വെക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇപ്പൊ ഫ്ലാറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ മേലേക്കും കൊണ്ടുവേണ്ടി വരും. അപ്പൊ അതും അവരുടെ കോസ്റ്റിലാണ് വരുന്ന വെച്ചാൽ അത് അവർക്ക് ഒരു എക്സ്ട്രാ ലേബർ ആണ്. കാരണം ഇത് താഴ്ത്തുനിന്ന് എടുത്ത് മേലെ കൊണ്ടുപോകണം. വലിയ വലിയ ടൈലാണ്, അത് ലിഫ്റ്റിൽ കയറില്ല, സ്റ്റെപ്പ് കൂടെ പോകേണ്ടി വരും. ചെറിയ ടൈലാണെങ്കിലും അവരുടെ ടൈമിനനുസരിച്ച് ലിഫ്റ്റ് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ തരുന്നു. അപ്പൊ അവിടുത്തെ ഈ ഒരു എക്സ്ട്രാ കോസ്റ്റ് വരുമ്പോൾ അവര് റെഗുലർ യൂസ് സൈസ് ഈസി, അതാണ് അടുത്ത പോയിന്റ്. റെഗുലർ സൈസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈസിലാണോ അവരെപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം അത് അവർ യൂസ് ടു ആണ്. അവരുടെ പണിക്കാർക്ക് അറിയാം അതെങ്ങനെ ഒട്ടിക്കേണ്ടത്. ഇപ്പൊ കോൺട്രാക്ടർ എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാവില്ല, അവരുടെ ടൈൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ എപ്പോഴും ഏത് ടൈലാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൈസിനാവും അവർ എപ്പോഴും സ്പെസിഫിക് പറയാം. ഈ ടൈൽ മതി, ഇതാവും നല്ലത്, പെട്ടെന്ന് പരിപാടി. കാരണം അത് അവർക്ക് യൂസ് ടു ആണ്. അവരുടെ പണിക്കാർക്ക് പറയേണ്ട ആവശ്യമില്ല. 2x2 അല്ലെങ്കിൽ 2x4 ആണ് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം എത്ര 2 ലേബർ 3 ലേബർ മതി, 4 ദിവസം കൊണ്ട് അവർ ഇത്രയും പണി കിട്ടും. പക്ഷെ വലിയ സൈസോ ചെറിയ സൈസോ ആകുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടും, അവരുടെ ബഡ്ജറ്റിൽ നിന്ന് പ്ലസ് മൈനസ് ആവും. പിന്നെ വരുന്ന ഒരു പ്രോബ്ലം ആണ് അഡസീവ് സിമെന്റ്. ഇപ്പം ചിലപ്പോൾ അത് ടൈല് പുതിയ വീടൊക്കെ ആണെങ്കിൽ ആ സിമെന്റ് അവര് പരിക്കനൊക്കെ ഇട്ട് ഫ്ലോറിങ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ടൈല് ഒട്ടിച്ചു പോകും. ഇനി അതല്ല, പരിക്കനൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് ചെയ്യുന്നത് വെച്ചാൽ അഡസീവ് വെച്ചിട്ടാവും ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു കോസ്റ്റ് അതും കോൺട്രാക്ടറിന്റെ തലയ്ക്ക് അവരുടെ ഹെഡിലേക്കാ പോകുന്ന വെച്ചാൽ അത് അവരവിടെ സിമെന്റ് കൊണ്ട് ഒട്ടിച്ചാൽ മതി, അഡസീവ് വേണ്ട, അല്ലെങ്കിൽ അഡസീവ് ആണെങ്കിൽ ഈ അഡസീവ് മതി. കാരണം അത് പല തരത്തിലുള്ള അഡസീവ്സ് ഉണ്ട്, കോസ്റ്റ് കൺസ്ട്രെയിന്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ കോൺട്രാക്ടേഴ്സ് നമ്മളോട് ഇങ്ങനത്തെ ഈ ആർഗ്യുമെന്റ്സ് വരുന്നത് മിക്ക സൈറ്റുകളിലും. പിന്നെ അതുപോലെ ഗ്രൗട്ട്, ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ജോയിന്റ് ഫ്രീ ഓരോ ടൈലിന്റെ ഇടയിലുള്ള ഗ്രൗട്ടുകൾ, ഇത് നോർമൽ ആണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങും. പക്ഷെ എപ്പോക്സി ഒക്കെ ചെയ്യണമെങ്കിൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. എപ്പോക്സി ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അവിടെയും ബഡ്ജറ്റ് കൂടും. അപ്പോൾ അവർ പറയും ജോയിന്റ് ഫ്രീ ആയിട്ട് ഒട്ടിക്കാം. ജോയിന്റ് ഫ്രീ ആയിട്ട് ഒട്ടിക്കുമ്പോൾ എന്താ വെച്ചാൽ എപ്പോക്സി ചെയ്യേണ്ട ആവശ്യമില്ല, നോർമൽ ഗ്രൗട്ട് മതി. അപ്പൊ നമ്മൾ പറയാല്ല 3mm വേണമെങ്കിൽ അപ്പൊ ഒന്നില്ല അവരുടെ റേറ്റ്സ് കൂട്ടി ടൈലിന്റെ ലേയിങ് ചാർജ് ലേബർ ചാർജ് കൂട്ടും. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. കാരണം അത് ഈ കോസ്റ്റ് ഫാക്ടറാണ് മെയിൻ വരുന്നത്, അല്ല ടൈലിന്റെ ഇതല്ല. ഈ കോസ്റ്റ് ഫാക്ടേഴ്സ് അവർ തരുന്ന ബഡ്ജറ്റിലേക്കാളും കൂടുതൽ വരുമ്പോഴാണ് ഈ ആർഗ്യുമെന്റ്സ് വരുന്നത്. പിന്നെ സ്കിൽഡ് വർക്കേഴ്സ് ഫോർ ഇൻഡിക്കേറ്റഡ്.
പിന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ടൈലോ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ടുവരും. ഈ ചെറിയ ചെറിയ കുട്ടി ടൈൽസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ പറയും ഇത് കിച്ചണിലേക്ക് ഇത് മതിയെന്ന്. പക്ഷെ ഈ കോൺട്രാക്ടേഴ്സ് അത് അത്ര അങ്ങോട്ട് പുഷ് ചെയ്യില്ല. കാരണം അത് ഒട്ടിക്കാനുള്ള നല്ല സ്കിൽഡ് വർക്കേഴ്സ് അവരിൽ ഉണ്ടാവില്ല. അവർക്ക് ഈ നോർമൽ ടൈൽസ് ഒട്ടിക്കാൻ, കാരണം ചില ടൈൽസ് ഇന്റർലോക്കിംഗ് ആവും, ഡിസൈൻ ഒക്കെ മാച്ച് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടി വരും. ടൈം എടുത്തിട്ട് ഇപ്പൊ ബ്രിക്ക് പോലത്തെ ടൈലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ സ്പേസ് ഒക്കെ ഒരു ബ്രിക്ക് ഒട്ടിച്ചു, പിന്നെ 4 സൈഡ് സ്പേസ് വെച്ചു, അടുത്ത ബ്രിക്ക് ഒട്ടിക്കുന്ന സ്പേസ് വെച്ചു, ലൈൻസ് കറക്റ്റ് ആണോ നോക്കണം. അപ്പൊ അത് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതിനുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് അവര് ആ ഒരു ടൈലിനോട് എങ്ങനെയെങ്കിലും അത് വേണ്ട, ഇതാണ് നല്ലത്, ഇതാണ് എല്ലാവർക്കും ചെയ്യുന്നത്, മെയിൻ്റെനൻസ് ഫ്രീ ആണ്, ആ ഒരു ഇത് ഈ ഡൗട്ട്സുകൾ അവരുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ടൈലിന്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ പാറ്റേൺ, സൈസ് ആൻഡ് ടെക്സ്റ്റേഴ്സ്. അപ്പൊ നോർമലി മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ ആദ്യത്തെ എന്റെ വീഡിയോസ് നമ്മൾ ചെയ്ത ടൈൽസിന്റെ കാണിക്കുമ്പോൾ നമ്മൾ പലതരം ടൈൽസ് ഫ്ലോറിൽ ചെയ്ത് കാണാം. അപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ടൈൽസ് ഉണ്ട്. അപ്പൊ അതധികം ഫ്ലോറൽ പാറ്റേൺസ്, ജോമെട്രിക്കൽ പാറ്റേൺസ്, പിന്നെ വിത്ത് ബോർഡേഴ്സ്, ഇന്റർലോക്കിംഗ്, ഇങ്ങനത്തെ ടൈൽസ് ഒക്കെ വരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ ഭയങ്കര കറക്റ്റ് ആയിരിക്കണം. കാരണം ഇപ്പൊ ഒരു ഫ്ലോറൽ ഡിസൈൻ എടുത്തു നിങ്ങൾ, ഫ്ലോറൽ ഡിസൈൻ എടുത്തിട്ട് നമ്മൾ വിചാരിക്കണം ഓക്കെ ഒരു പൂജ റൂം, ഫോർ എക്സാമ്പിൾ ഒരു പൂജ റൂം എടുക്കുകയാണ്. ഒരു പൂജ റൂമിൽ നമ്മൾ ഫ്ലോർ ഇടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ നോക്കാതെ ജസ്റ്റ് സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് പോയിട്ട് പറയണോ എനിക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ഞങ്ങളുടെ ഫ്ലോർ വരുന്നുണ്ട് പറഞ്ഞ് ഡീലർ 100 സ്ക്വയർ ഫീറ്റ് തരും. പക്ഷെ നിങ്ങൾ ഒട്ടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ലെങ്ത് വന്നിട്ട് 4.5 അടിയാണ്, നമ്മുടെ ടൈലിന്റെ സൈസ് 1 അടിയാണ്. അപ്പൊ ആ ഫ്ലവർ അവിടെ വെച്ച് കട്ടാവും. അതേപോലെ വിഡ്ത്തിൽ വരെ ആ ഫ്ലോറൽ ഡിസൈനിന്റെ ഫ്ലവർ ഡിസൈൻ അവിടെ വെച്ച് കട്ടാവും. അതേപോലെ പക്ഷെ ചില ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ് ആ പ്രോബ്ലം വരുന്നില്ല. ചെറിയ ചെറിയ ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് കട്ട് ചെയ്താലും അറിയില്ല. ചില ഡിസൈൻസ് വലിയ ഫ്ലോറൽസ് ഒക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കയറുമ്പോൾ തന്നെ ആ സൈഡിൽ ഫ്ലവർ ഇൻകംപ്ലീഷൻ ഫീൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് മാച്ചിങ് ആയിട്ട് പ്ലെയിൻ ടൈൽസ് എടുത്തിട്ട് ഇതിനെ ഈ ഫ്ലോറൽ ഡിസൈൻസ് കട്ടാവാത്ത രീതിയിൽ നമ്മൾ അതിനെ ഇൻട്രിക്കേറ്റ് സെൻട്രലൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്കായിട്ട് ചെയ്യണം. അപ്പൊ അവിടെ കുറച്ച് കാൽക്കുലേഷൻ ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ ഏതെങ്കിലും ടൈലിന്റെ ഡിസൈനോ അല്ലെങ്കിൽ കളറോ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാറ്റേൺ ടെൻസിലാണ് ഈ കാര്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കട്ടിങ് വരും, കട്ടിങ് എവിടെ വെച്ചാൽ വരിക, ഡിസൈൻ കട്ടാവുന്നുണ്ടോ, കട്ടായാലും പ്രശ്നമില്ല, അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ ബോർഡേഴ്സ് വരുന്നത്. ബോർഡേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ടൈലിട്ടു, പിന്നെ ഒരു ബോർഡർ വെച്ച്, പിന്നെ ഒരു ടൈലിടാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ ബോർഡർ ഉള്ളിലേക്ക് വലിക്കേണ്ടി വരും. അപ്പോൾ ആ ബോർഡർ കഴിഞ്ഞിട്ടുള്ള ടൈൽ എങ്ങനെയാണ്, അപ്പൊ ആ കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മൾ എപ്പോഴും പാറ്റേൺ അല്ലെങ്കിൽ പാറ്റേൺ ടൈൽസിൽ എടുക്കുമ്പോൾ കുറച്ച് ഒരു വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് അതിന്റെ ഭംഗി. അപ്പോഴാണ് അതിന് നമ്മൾ വിചാരിച്ച ഭംഗി കിട്ടും. അതുപോലെ തന്നെയാണ് ഈ ഇന്റർലോക്കിംഗ് ടൈൽസ്. അതും ഇപ്പൊ മാർക്കറ്റിലുണ്ട് ഇന്റർലോക്കിംഗ്, ഒന്നിന്റെ ഉള്ളിലേക്ക് ഒന്ന് കോരിയിരിക്കുന്ന ടൈൽസ്. അപ്പൊ അതും നമ്മൾ ചെയ്ത് വരുമ്പോൾ എൻഡിൽ വരുമ്പോൾ ഇന്റർലോക്കിംഗ് ഏരിയയിൽ വെച്ച് കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഹെക്സഗൺ ടൈപ്പ് ടൈലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒക്ടഗൺ ടൈപ്പ് ആണെങ്കിലോ ഒരു വേറെ ഏതെങ്കിലും ഡിസൈനുള്ള ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലേ ചെയ്യുമ്പോൾ എൻഡിൽ പോയിട്ട് കട്ടാകുമ്പോൾ ആ ഡിസൈൻ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച കിട്ടില്ല. കാരണം അവിടെയൊക്കെ ഗ്യാപ്സ് വരും. അപ്പൊ നമ്മൾ രണ്ട് സൈഡും അതിന് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് സ്ട്രേറ്റ് എഡ്ജ് ആണല്ലോ വേണ്ടത്, ബോൾ സൈഡൊക്കെ. അപ്പൊ അതനുസരിച്ച് കുറച്ച് അവിടെ വരിക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂവേഷൻ, ജോയിൻസ് ആൻഡ് കണ്ടിന്യൂവേഷൻസ് നോക്കണം. ചില ഡിസൈൻസ് അതിന്റെ കണ്ടിന്യൂവേഷൻ കറക്റ്റ് ആണോ നോക്കണം. ഒരു ഫ്ലവറിന് മറ്റേ ഫ്ലവറിലേക്ക് വരുന്ന ഡിസൈൻ എടുക്കുന്ന വെച്ചാൽ അത് നമ്മൾ വിരിക്കുമ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ നോക്കിയിട്ട് ജോയിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ഈ ഡിസൈൻസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, സ്റ്റോൺ ഫിനിഷ്, മാറ്റ് ഫിനിഷ്, സെമി മാറ്റ് ടെക്സ്റ്റേഴ്സ്. അപ്പൊ ഏതാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോ ഡിസൈൻസിലും പണ്ട് പ്ലെയിനാ വന്നായിരുന്നു, ഇപ്പൊ എല്ലാ ഡിസൈൻസിലും ഒക്കെ വരുന്നുണ്ട്. ഇതിലിപ്പോ മൊറോക്കൻ ടൈൽസ് പറഞ്ഞിട്ട് നല്ലൊരു റേഞ്ച് ഓഫ് ടൈൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് ഈ മൊറോക്കൻ ടൈൽസിന്റെ തന്നെ. പിന്നെ അതിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ അത്തംകുടി ഡിസൈൻസ് പറഞ്ഞ ഡിസൈൻസ്. അത്തംകുടി ടൈപ്പ് ഓഫ് ഡിസൈൻസ് പറയുമ്പോൾ ഈ നമ്മുടെ പണ്ടത്തെ ഓക്സൈഡ് കളേഴ്സ് ആണ് അതിൽ യൂസ്, ബ്ലൂ, വൈബ്രന്റ് ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ, അതാ വരുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ടൈലിനോട് ഇഷ്ടപ്പെടുന്നവർക്ക് അതും യൂസ് ചെയ്യാം. പിന്നെ വരുന്ന ഒരു സിസ്റ്റം സബ്വേ അല്ലെങ്കിൽ ഇൻലേ. സബ്വേ ടൈപ്പ് ബ്രിക്ക് പോലത്തെ ചെറിയ ചെറിയ കുട്ടി ടൈല് ഇപ്പൊ കിച്ചണിലൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. അപ്പൊ അതിന് നമ്മൾ എപ്പോക്സ് ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വേണം. അതിന്റെ ഒരു
ബ്യൂട്ടി വേറെയാണ് ഈ സബ്വേ ടൈൽസ്. അത് നമുക്ക് വെർട്ടിക്കൽ കുറെ ഡിസൈൻസ് നമുക്ക് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽസ് ചെയ്യാം, ഡയമണ്ട്സ് ചെയ്യാം, ബ്രിക് പാറ്റേണിൽ ചെയ്യാം, ഹൊറിസോണ്ടലി ചെയ്യാം. പിന്നെ വേറെ പാറ്റേൺസ് ഇഷ്ടംപോലെ നമുക്ക് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ സബ്വേ ടൈൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ അത് നമ്മുടെ കളേഴ്സും ഇതനുസരിച്ചിട്ട് അപ്പൊ നമ്മൾ ആ ഏരിയ അനുസരിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഇൻലേസും ഇതുപോലെ തന്നെ ഇൻലേസ് പറഞ്ഞ ചെറിയ കുട്ടിയെ ടൈലിന്റെ ഇടയിൽ കട്ട് ചെയ്തിട്ട് ഇറക്കുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻപ്രിന്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ കട്ട് ചെയ്യാതെ 4 ടൈല് വെക്കുമ്പോൾ സെന്ററിൽ ഡിസൈൻ ആയിട്ട് വരുന്ന ടൈൽസും ഉണ്ട്. അപ്പൊ അത് എങ്ങനെ വരുന്നത്, നമുക്ക് എങ്ങനത്തെയാണോ ടൈല് സെലക്ട് ചെയ്യണം അത് ആ ഏരിയയിൽ എങ്ങനെ വരും എന്നുള്ളതൊന്നും മനസ്സിൽ കണ്ടിട്ട് ചെയ്യുമ്പോഴും അതിന് ഭംഗി വരും. അങ്ങനെ കട്ടിങ് ഇങ്ങനത്തെ ഡിസൈനർ ടൈൽസ് വരുമ്പോൾ ആ ഏരിയ ഭയങ്കര ഒരു ഇതായി, ഏത് ഏരിയയിലേക്കാണ് അതിന്റെ സൈസസ് ഒരു ഇതാണ്, അത് നമ്മളിപ്പം ശ്രദ്ധിക്കണം. അത് ഞാൻ പറയാം, ഫൈനലി ഡയമെൻഷൻസ് മാച്ചിങ് ടു വാൾ ഓർ ഫ്ലോർ സൈസ്. നമ്മുടെ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും അത് വാളും ഫ്ലോറിന്റെ സൈസിനോട് ബ്ലെൻഡ് ആയി നിൽക്കണം. അതായത് ഒരു അൺഈവൻ ഫിനിഷ് വരാൻ പാടില്ല. അതാണ് ഉദ്ദേശം. നമ്മൾ ഏത് ടൈൽ എടുക്കുമ്പോഴും പ്ലെയിൻ ടൈൽ ആകുമ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. എവിടെ വെച്ച് കട്ട് ചെയ്താലും നമുക്കത് കണ്ടിന്യൂഷന്റെ ആവശ്യം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനത്തെ ഡിസൈനർ ടൈൽസ് ഒക്കെ ആകുമ്പോൾ വി ഹാവ് ടു സീ, അതായത് നെക്സ്റ്റ് ടൈൽ വെച്ച് കഴിഞ്ഞാൽ കട്ടാവും. അപ്പൊ അത് എത്ര ഉള്ളിലേക്ക് നീക്കണം, എത്ര പുറത്തേക്ക് നീക്കണം, പ്ലെയിൻ ടൈൽസ് ഇടണം, സ്കേർട്ടിങ് എങ്ങനത്തെ കളർ കൊടുക്കണം, അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ആംബിയൻസ് കൂടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഡിസൈനർ ടൈൽസിൽ കുറച്ച് വർക്ക് ചെയ്യണം. അതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് വേസ്റ്റേജ്. ഇതും ഒരു ചോദ്യമാണ്, ഈ വേസ്റ്റേജിന്റെ കാര്യം. കാരണം ഇപ്പൊ നോർമൽ ഒരു നിങ്ങളുടെ കോൺട്രാക്ടറോ ഇന്റീരിയറോ ആർക്കിടെക്ടറോ ആരാണെങ്കിലും നിങ്ങളുടെ ഫ്ലോറിൽ ഇപ്പൊ സപ്പോസ് ഒരു റൂം 10x10 റൂം ആണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് ആണ് കണക്ക് പ്രകാരം തരിക. പക്ഷെ നിങ്ങൾ ടൈലുകാരനോട് ചോദിച്ചാൽ അവർ 120 സ്ക്വയർ ഫീറ്റ് തരും ടൈല്. അപ്പൊ നിങ്ങൾ 20 സ്ക്വയർ ഫീറ്റ് എന്തിനാ എക്സ്ട്രാ വരുന്നത്? ഏരിയ ആകെ 100 സ്ക്വയർ ഫീറ്റ് വരുള്ളൂ, 120 എന്തിനാ? ഇതിപ്പോ ഞാൻ വെറും ഒരു സിമ്പിൾ 100 സ്ക്വയർ ഫീറ്റ് ആണ്. സപ്പോസ് യുവർ ഏരിയ ഈസ് 2000, 3000, 4000, അതനുസരിച്ച് വേസ്റ്റ് 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ പറഞ്ഞാൽ ഒരു 4400 4600 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ടൈൽ ആവശ്യം വരും. എത്രയാണ് ക്വാണ്ടിറ്റി വരുന്നത് അതിനേക്കാൾ കൂടുതൽ തന്നെ വേണ്ടി. കാരണം ഈ കട്ടിങ്ങിന്റെ ഒരു ഇത് വരും, ഹാൻഡ്ലിങ്ങിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് ടൈൽ എടുത്ത് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേസ്റ്റേജ് ഇതെങ്ങനെ കുറയ്ക്കാമെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൈല് 2 ടൈല് ഷോർട്ടായി, പിന്നെ അത് ആ സമയമാകുമ്പോൾ അത് കിട്ടാതെ പ്രോബ്ലം അങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ എപ്പോഴും ഏരിയ എടുക്കുമ്പോൾ കുറച്ച് അതിൽ എക്സ്ട്രാ നമ്മൾ ടൈല് വെക്കുക. ഇൻ കേസ് യൂസ് ആയില്ലെങ്കിൽ വി ക്യാൻ കീപ് ഇറ്റ് ഫോർ ഈ ബാത്റൂംസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സജസ്റ്റ് ചെയ്യേണ്ടത് ഈ ബാത്റൂമിന്റെ വാൾ ടൈലും ഫോൾക്കൊക്കെ എപ്പോഴും 1-2 പീസ് എപ്പോഴും മാറ്റി വെക്കണം. കാരണം നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടാവും നമ്മൾ താമസിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് പ്ലംബിംഗ് ലൈനൊക്കെ ഓപ്പറേറ്റ് ആവുന്നത്. അപ്പോഴും എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ താമസിക്കുമ്പോഴാവും നമ്മളത് പുള്ളിയായിട്ട് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ കുത്തി പൊളിക്കാൻ നിൽക്കണം. അപ്പൊ പിന്നെ അതേപോലത്തെ മാച്ചിങ് ടൈല് കിട്ടില്ല. എപ്പോഴും ബാത്റൂംസും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ആ ബാത്റൂംസ് യൂസ് ചെയ്ത ടൈല് ഒരു കുറച്ച് പീസ് സേഫ് ഗാർഡായിട്ട് വെക്കുക, ഫോർ ഒരു 1 ഇയർ വെക്കുക. കാരണം ആ ഒരു സെഷനിൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യണോ, റീവർക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ സെലക്ടിങ് മിനിമം ഓപ്ഷൻ ഫോർ ഫ്ലോർ ടൈൽസ്. അതായത് ഫസ്റ്റ് നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഒരു വീട്ടിലേക്ക് കുറെ ടൈൽസ് സെലക്ട് ചെയ്യാതെ ഫ്ലോറിന്റെ കാര്യം പറയുന്നത് നമ്മൾ 1-2 ഇപ്പൊ മെയിൻ ലിവിങ് ഡൈനിങ് ഒക്കെ നമുക്ക് ഐവ്യൂ കിട്ടുന്ന എല്ലാ ഏരിയയിലേക്കും ഒരു ടൈലും ബെഡ്റൂംസിലേക്ക് വേറെ ടൈല് എടുക്കുമ്പോൾ ഒരേ ടൈൽ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വേസ്റ്റേജ് മാത്രം എടുത്താൽ മതി. നമ്മൾ 4-5 ടൈപ്പ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെയും 10% എടുക്കേണ്ടി വരും. ഇപ്പൊ നമ്പർ വേസ്റ്റേജ് കൂടും. അപ്പൊ അത് നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ ഒരു പോയിന്റ് ആണ്. പിന്നെ റൂമിന്റെ ഡയമെൻഷൻ സൈസ് സെലക്ട് ചെയ്യും. ഇപ്പോൾ കണ്ടിന്യൂഷൻ ചില ടൈൽസ് റൂം ഡയമെൻഷൻസ് അനുസരിച്ച് ടൈൽ എടുക്കുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. വലിയ സൈസ് ചെറിയ റൂംസ് ആണ്, വലിയ ടൈൽ എടുത്തു കഴിഞ്ഞാൽ 1 ഇട്ടു 2 3 ഫുൾ വീഴുന്നില്ല, പകുതി കട്ട് ചെയ്യേണ്ടി വരും. ആ ബാക്കി പകുതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. ചിലപ്പോൾ 3/4 കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു 2 ടൈലും പിന്നെ ഒരു 3/4 ടൈലും യൂസ് ചെയ്യുന്നത്, പിന്നെ ടൈലല്ലേ ബാക്കിയുള്ളൂ. ആ 25% ടൈല് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റൂമിന്റെ ഡയമെൻഷൻസ് അനുസരിച്ചിട്ട് അധികം വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് ടൈലിന്റെ സൈസ് സെലക്ട് ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് പാറ്റേൺ ടൈൽസ് ആകുമ്പോൾ മോർ വേസ്റ്റേജ് ചെയ്യും. കണ്ടിന്യൂസ് ടൈൽ പാറ്റേൺ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈലിൽ നിന്ന് ഇപ്പോൾ ഒരു മറ്റേ ടൈലിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ടെങ്കിൽ
ആ അങ്ങനത്തെ ടൈൽ എടുക്കുമ്പോൾ കണ്ടിന്യൂസ് പാറ്റേൺ ആണ്. ഇപ്പൊ 2 ടൈൽ എടുത്തു, മൂന്നാമത്തെ ടൈൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ഭാഗം എവിടെയും കണ്ടിന്യൂഷൻ കിട്ടില്ല, പുതിയ ടൈൽ തന്നെ എടുക്കണം. ഇപ്പൊ പ്ലെയിൻ ടൈലാകുമ്പോൾ അങ്ങനെ വരില്ല, കട്ട് ചെയ്ത് ഹാഫ് ടൈൽ ആണെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഹാഫ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടിന്യൂസ് പാറ്റേൺ ഉള്ള ടൈലുകളാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാറ്റേൺ എവിടെയും ജോയിന്റ് ആവില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടിന്യൂസ് പാറ്റേൺ ആകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കൂടുതലാണ്. അപ്പൊ കണ്ടിന്യൂസ് പാറ്റേൺ ഉള്ള ടൈൽസ് കുറവെടുക്കുക. വലിയ ഏരിയസ് ഒക്കെ ആണെങ്കിൽ, വലിയ റൂംസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ചെറിയ റൂമുകൾക്ക് കണ്ടിന്യൂസ് പാറ്റേൺസ് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടും. പിന്നെ വേറെ വേസ്റ്റേജ് കുറയ്ക്കാനുള്ളത്, നമുക്ക് ഈ കട്ട് ചെയ്ത പീസൊക്കെ നമുക്ക് സ്കേർട്ടിങ്ങിൽ യൂസ് ചെയ്യാം. അപ്പൊ പുതിയ ടൈല് കട്ട് ചെയ്യാതെ എല്ലാ വർക്കും കഴിഞ്ഞതിന്റെ ശേഷം എന്തൊക്കെ കട്ട് ചെയ്ത് കിടക്കുന്ന പീസുകളുള്ള വെച്ചാൽ അതിന് സ്കേർട്ടിങ് നമുക്ക് ഇപ്പൊ 10 സെന്റിമീറ്ററോ 7 സെന്റിമീറ്റർ എത്ര എടുക്കുന്ന വെച്ചാൽ അതിന് യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ച് ഈ പുതിയ ടൈൽസ് എടുത്ത് യൂസ് ചെയ്യാതെ കട്ട് പീസ് ഒക്കെ എടുത്ത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ ഇവര് മെഷർമെന്റ് എടുത്തിട്ട് പണി തുടങ്ങുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടുന്നത് എന്താ വെച്ചാൽ അവർക്ക് കട്ടിങ് വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. മാക്സിമം വലിയ വലിയ ടൈൽ എടുത്ത് വലിയ ഏരിയയിലൊക്കെ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഒരു 120 സെന്റിമീറ്റേഴ്സിന്റെ വോളാണെങ്കിൽ 115 വരെ ടൈൽ കിട്ടും. പിന്നെ ഒരു 5 സെന്റിമീറ്ററിന് വേണ്ടി ചെറിയൊരു പീസ് കുത്തിക്കയറ്റും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് വൃത്തികേടാണ്. കാരണം അത് ആ 5 സെന്റിമീറ്റർ അവര് ഇപ്പുറത്തെ ടൈൽ ഒരു 3/4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ 2 പീസ് കിട്ടിയാണ്. അപ്പൊ ആ സ്കിൽഡ് വർക്കേഴ്സിന്റെ മെഷർമെന്റ് സ്കിൽസും അവരുടെ ഈ കാൽക്കുലേഷനും ഒരു ഇതാണ്. അപ്പൊ അത് ഭംഗിയും കൂട്ടും വേസ്റ്റേജും കുറയ്ക്കും അവരുടെ ഒരു സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെയാണ്. പിന്നെ സ്റ്റാർട്ട് ഫ്രം വിസിബിൾ ഏരിയ. ഇപ്പൊ നോർമലി എന്താ എല്ലാവരും ചെയ്യുന്നത് ബാത്റൂംസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പൊ മെയിൻ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്ന വെച്ചാൽ ബാത്റൂംസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ഫ്രം ഉള്ളിൽ നിന്ന് ചെയ്ത് വന്ന് പുറത്തേക്ക് കിടക്കാനാണ് നോക്കുക. പക്ഷെ അപ്പൊ ഈ പുറത്തേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടൈല് കുറവാണെങ്കിൽ പിന്നെ പുതിയ ടൈൽ തന്നെ വേണം. കാരണം ഇത് എൻട്രൻസിൽ വന്നിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെ നമുക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പക്ഷെ നമ്മൾ വേറെ രീതിയിൽ, അതായത് ഫ്രണ്ടിലത്തെ കാൽക്കുലേഷൻ എടുത്തിട്ട് നമ്മളിപ്പോ കട്ട് പീസ് വന്ന ഒരു ബെഡ് അവിടെ നമുക്കറിയാം ഇവിടെ ഒരു വാർഡ്രോബാ വരുന്നത്, അതിന്റെ അടിയിൽ ഇപ്പൊ ടൈല് പോയാലും കട്ടയില് ചെറിയ 2 പീസ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം അതിന്റെ മേലെ കബേർഡ് വരിക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഏരിയയിലൊക്കെ ഈ ടൈല് യൂസ് ചെയ്യാം. പക്ഷെ തിരിച്ചൊട്ടിച്ച് വരുമ്പോൾ ഈ എൻഡിലൊക്കെ വരുമ്പോൾ നമ്മുടെ എൻട്രൻസിലൊക്കെ തിരിച്ച് എൻട്രൻസ് വരുമ്പോൾ ഇതൊരു ഷോർട്ടായി ടൈലിന്റെ നമുക്ക് 4 പീസ് വേണം പറഞ്ഞാൽ പിന്നെ അതേ മാച്ചിങ് അതേ ടൈൽ തന്നെ വേണ്ടി വരും. അവിടെ കോംപ്രമൈസിങ്ങും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും ഒരു വേസ്റ്റേജ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്കിപ്പോ ഇന്നത്തെ ഒരു സെഷനിൽ തന്ന ടോപ്പിക്സിനെ ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്ത് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് Q&A സെഷനിലേക്ക് കടക്കാം. നമുക്ക് 8:30 വരെ സെഷൻ. പെർ പേഴ്സൺ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പറ്റുന്നത്. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്താൽ മതി. ഹാൻഡ്സ് റേസ് ചെയ്യുന്നതിന്റെ ഓർഡറിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോയിലെ ഹാൻഡ് റേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മനോജ് ചന്ദ്രൻ സർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മനോജ് ചന്ദ്രൻ സർ. മനോജ് ചന്ദ്രൻ സർ. ഓക്കെ സർ. അടുത്തത് വിശ്വനാഥൻ NS സർ. മനോജ് സാർ അൺമ്യൂട്ട് ചെയ്യുന്നില്ല, എന്തോ കണക്ടിവിറ്റി ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. വിശ്വനാഥൻ. നമസ്കാരം, ഞാൻ പാലക്കാട് നിന്ന് വിശ്വനാഥാണ്. നമുക്ക് ടൈൽസിലെ വേസ്റ്റേജും അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ റിക്വയർമെന്റ്സും കണക്കാക്കിയിട്ട് എത്ര % ആണ് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടത്? 10% മതിയോ, അതോ എന്താണ് ഐഡിയൽ നമ്മൾ എക്സ്ട്രാ പെർസെന്റേജ് കണക്ക് നമ്മൾ എടുത്തു വെക്കേണ്ടത്? 10% നമ്മൾ നോർമൽ ടൈലിന്റെ ക്വാണ്ടിറ്റി ഒപ്പം എടുക്കുന്നതാണ്. അത് സ്കേർട്ടിങ്ങിനും പിന്നെ എന്തെങ്കിലും ബ്രേക്കേജും ഒക്കെ ഉള്ള ഇതുകൊണ്ടാണ് അത് എടുക്കുന്നത്. പക്ഷെ ഈ ബ്രേക്കേജ് ടൈൽ സ്കേർട്ടിങ്ങിനൊക്കെ ഈ 10% എക്സ്ട്രാ എടുക്കുന്നത് സ്കേർട്ടിങ്ങിനും എന്തെങ്കിലും ബ്രേക്കേജ് ഒക്കെ ആയാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത ടൈലൊക്കെ എടുത്തിട്ട് സ്കേർട്ടിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കേർട്ടിങ്ങിന് വരുന്ന ക്വാണ്ടിറ്റീസ് നമ്മുടെ എക്സ്ട്രാ ഉണ്ടായിരിക്കുള്ളൂ. നോർമലി ടെൻഡൻസി എന്താ വെച്ചാൽ പണിക്കാരി കട്ട് പീസൊക്കെ എടുത്ത് സൈഡിലിടും, പിന്നെ അത് യൂസ് ചെയ്യില്ല, പുതിയ ടൈൽ എടുത്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ 10% ചിലപ്പോൾ ഈ നമുക്കൊരു 5 പീസ് എക്സ്ട്രാ കിട്ടേണ്ടത് അവിടെ പോവാണ്. മനസ്സിലായോ സാറിന്? ഓക്കെ, ക്ലിയർ ആയോ?
അല്ല അപ്പോ ഈ സ്കേർട്ടിങ് കൂടി ഒരു 10-15% നമ്മൾ എപ്പോഴും എക്സ്ട്രാ എടുക്കേണ്ടി വരും. അത് ടൈലിന്റെ സൈസ് അനുസരിച്ചാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 2x2 ടൈലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ ഒരു 100 സ്ക്വയർ ഫീറ്റ് അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഫീറ്റ് ആയിരുന്നാൽ 2 ടൈലേ കിട്ടും. മനസ്സിലായോ? അതുപോലെ വലിയ ടൈല് വലുതാവും തോറും പെർസെന്റേജ് നോക്കുമ്പോൾ ഒരു ടൈൽ ഇപ്പോൾ 2x4 ആണെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 ടൈൽ എക്സ്ട്രാ കിട്ടുന്നു. വേറെ സ്മോളർ ടൈൽസ് 10% പറഞ്ഞാൽ 8 പീസ് 9 പീസ് കിട്ടും. അപ്പൊ അവിടെ നമ്മൾ നമ്പർ ഓഫ് ടൈൽസ് നോക്കിയാൽ മതി. പെർസെന്റേജ് നോക്കുമ്പോൾ നമ്പർ ഓഫ് ടൈൽസ് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. നമുക്ക് നമ്പർ ഓഫ് ടൈൽസ് അങ്ങനെ ആകുമ്പോൾ എത്രയാണ് കൂടുതൽ നമ്മൾ കരുതി വെക്കേണ്ടത്? അപ്പൊ ഒരു ബോക്സോ 2 ബോക്സോ എക്സ്ട്രാ എടുക്കുക. അപ്പൊ എത്രയാണോ അവർ തന്ന ക്വാണ്ടിറ്റീസ് അതിൽ നിന്ന് ഒരു 2 ബോക്സോ 3 ബോക്സോ എക്സ്ട്രാ എടുക്കുക. അതാണ്. ഓക്കെ സർ, നമുക്ക് അടുത്ത അതുല്യ അർജുൻ സർ. മാം, അതുല്യ അർജുൻ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സർ, ഗുഡ് ഈവനിങ് സർ. പിന്നെ ഓക്കെ, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോസി ഫിനിഷ് നമ്മുടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിപ്പ് ആവുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സാർ? ഇല്ല, സ്കിപ്പ് ആവുന്ന അങ്ങനെ സ്കിപ്പ് ആവില്ല. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മോൾസിലും ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നത്, എയർപോർട്ടിൽ വരെ ഇപ്പൊ കാണുന്നത് ഗ്ലോസി ടൈൽ അല്ലേ. ഈ ഗ്ലോസി ടൈൽ സ്ലിപ്പ് ആവുക മീൻസ് അത് വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് അതിന്റെ വെള്ളം സ്ലിപ്പ് ആവാൻ കൂടുതൽ ചാൻസസ്. അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്റീരിയേഴ്സ് നല്ല റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ നമ്മൾ ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് മാറിപ്പോകും. കാരണം നമ്മൾ വിചാരിക്കുന്ന ഫീലെല്ലാം കിട്ടുന്നുണ്ടാവുക ഈ ഗ്ലോസി ടൈൽ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ മെയിൻ്റെനൻസ് വൈസ് ഇറ്റ്സ് ഓൾവേസ് ഈസി. കാരണം മോപ്പിംഗ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ഹൈജീനിക് ഗ്ലോസി ടൈൽ ആണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ടിരിക്കും. റൂംസ് ഒക്കെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് മോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോവാം. വർക്കിംഗ് ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ, ഹസ്ബൻഡും വൈഫൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഗ്ലോസി ടൈൽ ആണെങ്കിൽ വേഗം ഒറ്റ മോപ്പിങ്ങിൽ പരിപാടി വരും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ സർ, ഓക്കെ. ഓക്കെ, താങ്ക് യു. അടുത്തതായി സി മാം ആണ്. റോഷ്നി സി മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ വിൻഡോയിൽ ഒരു ഹാൻഡ് ഉണ്ട്, ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓർഡറിൽ നിങ്ങളുടെ. നമസ്കാരം. യെസ്, റോഷ്നി മാം ചോദിച്ചു. ഞാന് കഴിഞ്ഞ വർഷം ഇങ്ങനെ വാളൊക്കെ വിട്രിഫൈഡ് ടൈൽ ഒട്ടിച്ചു. കാരണം മോയ്സ്ചറിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് വിട്രിഫൈഡ് ടൈൽ ഒട്ടിച്ചു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇത് പെയിന്റിങ് ചെയ്യണ്ട എന്നുള്ള ഒരു ഫാക്ടറാണ് മെയിൻ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് വാൾസ് ലുക്ക് അട്രാക്റ്റീവ്. ഇതെങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം? ഇപ്പൊ സാധാരണ എന്തെങ്കിലും പെർട്ടിക്കുലർ സൊല്യൂഷൻ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യണോ ഈ ഭിത്തി? അതോ അല്ല വാള് ടൈൽസ്, ഭിത്തി ഒട്ടിച്ച ടൈൽസ്, അങ്ങനത്തെ അതാണ് എന്റെ ഒരു ഡൗട്ട്. ഗ്ലോസി ടൈൽ ഗ്ലോസി ടൈൽ ആണെങ്കിൽ നമുക്ക് നോർമൽ ക്ലീനിങ്സ് വെച്ചിട്ട് ചെയ്യാം. സർഫ് വാട്ടറോ സോപ്പ് വാട്ടറോ ഒക്കെ വെച്ചിട്ട് ലൈറ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ കുഴപ്പമില്ല. ചിലപ്പോൾ മാറ്റ് ടൈൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലീനിങ് മെറ്റീരിയൽ വേണ്ടി വരും. അതും ഡൈല്യൂട്ടഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ടൈൽ ക്ലീനിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ മാറ്റ് ടൈൽസിലൊക്കെ എന്താ വെച്ചാൽ നമുക്ക് നോർമൽ മോപ്പിംഗ് പറ്റില്ല. ഒരു ദിവസം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമായിരിക്കും. അപ്പൊ അത് വെച്ച് ചെയ്യാനേ ഉള്ളൂ. അല്ലാതെ മറ്റേ ഗ്ലോസി ടൈലൊക്കെ ആണെങ്കിൽ നോർമൽ ഇപ്പൊ ബാത്റൂമിലൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. നമ്മൾ തുടക്കുന്നത് കൂടി വേണ്ട. ടൈലിന്റെ ഫിനിഷ് അനുസരിച്ചിരിക്കും മെയിൻ്റെനൻസ് അതിന്റെ കാര്യം. അല്ലാതെ പ്രൊഫഷണൽ മെയിൻ്റെനൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പെയിന്ററെ നമ്മൾ വിളിക്കുന്നതിന് പകരം ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് ആരെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടോ? അതായത് ഇല്ല, നമ്മൾ തന്നെ ചെയ്താൽ മതി അല്ലേ? അല്ല, ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ടീമുകൾ ഉണ്ട്. അവര് വർക്ക് എടുക്കുമ്പോൾ അവരെല്ലാം ക്ലീൻ ചെയ്യും. വാൾ ടൈൽ, ഫ്ലോർ ടൈൽ, അവര് എല്ലാം അതിന്റെ പാർട്ട് ഓഫ് ദ ജോബാണ്. അതിൽ അവർ എവിടെയൊക്കെ ടൈൽസ് ഉണ്ടോ അതൊക്കെ ക്ലീൻ ചെയ്യും. വാളായാലും ഫ്ലോർ ആയാലും പുറത്തായാലും ഇന്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും ഇവൻ ഡ്രൈവേസിൽ വരെ അവര് ക്ലീൻ ചെയ്യും. പക്ഷെ സ്പെഷ്യലി ഫോർ വാൾ ടൈൽ ഈ പെയിന്റേഴ്സ് പോലെ വന്ന് വാൾ ചെയ്യുന്ന അങ്ങനത്തെ ആരുമില്ല. അത് നമ്മൾ ഏതെങ്കിലും കോൺട്രാക്ടറെ വിളിച്ച് പറയേണ്ടി വരും. 2 പേരെ വിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ച് തരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. അത്രേ ഉള്ളൂ. ഓക്കെ സാർ. ഓക്കെ, ഷൈസ്ത
സാറാണ്. ഷൈസ്ത ഇർഫാൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഷൈസ്ത ഇർഫാൻ സാറാണോ മാം ആണോ? ഗുഡ് ഈവനിങ്. എനിക്ക് ഈ ഔട്ട്ഡോർ സ്റ്റെയർകേസിൽ ഏതാണ് ബെസ്റ്റ് ടൈൽ ഉപയോഗിക്കാൻ പറ്റിയത്? ഔട്ട്ഡോർ സ്റ്റെയർകേസ്. ഔട്ട്ഡോർ സ്റ്റെയർകേസ്. സ്റ്റെയർകേസിലേക്ക് നോർമലി ടൈൽസ് സാർ പോകുന്ന വെച്ചാൽ അതില് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇപ്പൊ മാർക്കറ്റിൽ 15 mm തിക്നെസ് ഉള്ള ടൈല് വരുന്നുണ്ട്. നോർമൽ ടൈലിന്റെ ഫ്ലോർ ടൈൽസിന്റെ ഒക്കെ തിക്നെസ് 8 mm ആയിരിക്കും, 8 to 9 mm ആയിരിക്കും. ഇപ്പൊ മാർക്കറ്റിൽ 15 mm തിക്നെസ് വരുന്നുണ്ട് ടൈല് സ്ലാബ് സൈസ്. അപ്പോ ഈ ടൈൽസിൽ സ്റ്റെപ്പിന്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പിന്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ടൈൽ എടുക്കാൻ. അതും ഫുൾ ബോഡി എടുക്കണം, കാരണം എഡ്ജ് റൗണ്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ 100 ഒരു സ്റ്റെപ്പാണ്, നമ്മുടെ 100 സെന്റിമീറ്റേഴ്സിന്റെ സ്റ്റെപ്പ് ആണെങ്കിൽ നമ്മൾ 60x60 ഫുൾ ബോഡി ടൈൽ എടുത്തിട്ട് കാര്യമില്ല, കാരണം സെന്ററിൽ ജോയിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോ നമ്മൾ ആ സ്റ്റെപ്പിന്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ടൈൽ എടുക്കാൻ. പിന്നെ അത് റൗണ്ട് ചെയ്യാൻ പറ്റണം, എഡ്ജ് റൗണ്ട് ചെയ്യാൻ പറ്റണം. എഡ്ജ് റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജായി നിൽക്കും. പിന്നെ തിക്നെസ് നമുക്കിപ്പോ നോർമൽ 8 mm ഫുൾ ബോഡി സ്റ്റെപ്പ് ടൈൽ വരുന്നുണ്ട്, 15 mm വരുന്നുണ്ട്. ബിഗർ സ്റ്റെപ്സിന്റെ വിഡ്ത്ത് ലെങ്ത് കൂടുതലാണെങ്കിൽ ഈ 15 mm, കാരണം അത് 8 feet ലെങ്ത്തിലൊക്കെ വരുന്നു. മറ്റേത് 8 mm നമുക്ക് 60x60, 60x120 പല സൈസിലും കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലോസി അല്ലാതെ മാറ്റോ അല്ലെങ്കിൽ റസ്റ്റിക് ഫിനിഷ് വരുന്നുണ്ട്, ലെതർ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതാകുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടും, എക്സ്ട്രാ ഗ്രിപ്പ് കിട്ടും. എന്നാൽ സ്റ്റോൺ ഫിനിഷും അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുമില്ല. ഇല്ല പാർട്ട് ഓഫ് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞ പോലെ ടൈലിന്റെ ഫുൾ ബോഡി ടൈൽസ് യൂസ് ചെയ്യും. സ്റ്റെപ്സിന് നല്ല ഡിപ്പെൻഡിങ് യുവർ സൈസ് ഓഫ് ദ സ്റ്റെപ്പ് നമ്മൾ മനസ്സിൽ കാണണം. ജോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ ഭംഗി ഉണ്ടാവില്ല. ഏറ്റവും പിന്നെ ആന്റി സ്ലിപ്പ് ആയതുള്ള ഏതാണ്? റസ്റ്റിക് ആണ്? അല്ല, റസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല തരത്തിലുണ്ട്. ഇപ്പൊ റസ്റ്റിക് പറഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒന്നുകിൽ മാറ്റ് ഫിനിഷ് ഉണ്ടാവും, പിന്നെ സ്റ്റോൺ ഫിനിഷ് ഉണ്ട്. നമ്മൾ കൈ ഉരക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഗ്രിപ്പ് ഉണ്ട്. പിന്നെ ആന്റിസ്കിഡ് പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട് ടൈല്. ആന്റിസ്കിഡ് പറഞ്ഞാൽ അതിന് ആന്റിസ്കിഡ് പ്രോസസ് ചെയ്തിട്ടാണ്. അതിന്റെ ഉള്ള ഗ്രൂവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു തരിതരിപ്പ് പോലത്തെ ഒരു ഷുഗർ ഫിനിഷ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിന്റെ സ്കിഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആന്റിസ്കിഡ് ടൈൽസ് പറഞ്ഞ മാർക്കറ്റിൽ ഇറങ്ങുന്നതാണ്. ഈ ചിലർ അതൊക്കെ എടുത്ത് കാലൊരക്കാനൊക്കെ ബാത്റൂംസിൽ യൂസ് ചെയ്യാറുണ്ട്, നല്ല റഫ് ആയിട്ടുള്ള ടൈൽസ്. അപ്പൊ അത് കിട്ടും. പക്ഷെ ഇതാണ് ഈ ആന്റിസ്കിഡ്. എല്ലാ ആന്റിസ്കിഡും ഫുൾ ബോഡി ആവണമെന്നില്ല. ഓക്കെ. അല്ല, ഒരു സ്ഥലത്ത് പിന്നെ ഈ ബാത്റൂമിലെ ഫ്ലോറിംഗ് ടൈല് പോലെ അതിട്ടത് അത് സ്കിഡാണ്. സാർ നമുക്ക് ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഉള്ളൂ. അടുത്തത് പാർവതി എസ് കുമാർ മാം ആണ്. പാർവതി എസ് കുമാർ മാം അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹായ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഞാൻ ടൈൽസ് ഹൗസിന്റെ ഒരു പ്രീവിയസ് ക്ലയന്റും ആണ്. സോ ഐ എം ആക്ച്വലി ഡൂയിങ് ഒരു പ്രോജക്ട് നൗ, ഒരു റിനോവേഷൻ വർക്ക് ആണ്. അപ്പം പഴയ തറവാട് വീടാണ്. അപ്പൊ ഇത് എൻറ്റയർ ഹൗസ് ഇസ് ബേസിക്കലി സിമെന്റ് ഫ്ലോറിംഗ് റൈറ്റ് നൗ. അപ്പൊ അതിന്റെ ഓവർ ടൈൽസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളത് റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സിമെന്റ് ചെയ്യണോ അതോ അഡ്ഹസീവ് വുഡ് ബി ഇനഫ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നോർമലി ഇപ്പൊ റീസെന്റ് ഒരു സൈറ്റ് നമ്മൾ കോട്ടയത്ത് ഇത് ചെയ്തു. അതൊരു കുറെ കാലം മുന്നത്തെ ഒരു ബംഗ്ലാവ് ആയിരുന്നു. അവിടെ ഇതേ പ്രോബ്ലം, സിമെന്റ് ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അത് ഡിസ്മെന്റിൽ ചെയ്യണോ അത് അതിന്റെ മേലെ ടൈൽ. ബേസിക്കലി നമുക്ക് ടൈലിന്റെ മേലെ ടൈൽ ഒട്ടിക്കാനുള്ള അഡസീവ്സ് ഉണ്ട്. സിമെന്റിന്റെ മേലെ അഡസീവ് വെച്ചിട്ടും ഒട്ടിക്കാൻ പറ്റും, പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ യു ഹാവ് ടു ചെക്ക്, നമ്മളത് അടിച്ചു നോക്കണം. എവിടെയെങ്കിലും സിമെന്റിന്റെ അടിച്ചു നോക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ബൾജായി നിൽക്കും. സിമെന്റ് ഫ്ലോറിന് ഒരു പ്രൊഡക്ഷൻ ചിലയിടത്ത് അത് ബൾജായി നിൽക്കും, സ്വെല്ലിംഗ് ആയി നിൽക്കും. അതറിയില്ല നമുക്ക്, നോർമൽ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല, അത് അടിച്ചു നോക്കുക തന്നെ വേണം. ചിലർക്ക് സൗണ്ടിന്റെ വ്യത്യാസം വരും. അങ്ങനത്തെ ഏരിയാസ് നമ്മൾ അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെ റീപ്ലാസ്റ്റർ ചെയ്തിട്ട് വേണം ടൈൽ ചെയ്യാൻ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അഡ്ഹസീവ് ആണ് യൂസ് ചെയ്യേണ്ടത്? അത് ടൈൽ ടു ടൈൽ അഡസീവ് അല്ലെങ്കിൽ നോർമൽ സിമെന്റ് ബേസ്. പക്ഷെ അത് അവർ ഒട്ടിക്കുമ്പോൾ അവരത് മെഷീൻ വെച്ചിട്ടൊന്ന് റഫ്നെസ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പണിക്കാർ അന്ന് റഫ് ചെയ്ത് വിടും. അത്രേ ഉള്ളൂ. ചിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, മെഷീൻ വെച്ചിട്ടൊന്ന് വിളിച്ചൊരു ഗ്രിപ്പിന് വേണ്ടി ചെയ്യും. അത്രേ ഉള്ളൂ. ഫ്ലോറിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല, വോളിലാണ് അത് ഗ്രിപ്പിന് വേണ്ടി കൂടുതൽ ചെയ്യുന്നത്. ഫ്ലോറിൽ നമുക്ക് ടൈൽ ടു ടൈൽ അഡസീവ് ബെസ്റ്റ് ആണ്. രണ്ട് പർപ്പസും യൂസ് ആവും. ഓക്കെ സർ, താങ്ക് യു.
അടുത്തത് ഫ്രാൻസിസ് സ്റ്റീഫൻ സാർ ആണ്. ഫ്രാൻസിസ് സ്റ്റീഫൻ സാർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ ലീവായി പോയി. അടുത്തത് അമീർ അലി സാർ ആണ്. അമീർ അലി സാർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അമീർ അലി സാർ സാർ കോളിലുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം സാറിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. യെസ് ഫ്രാൻസിസ് സ്റ്റീഫൻ. അതൊരു ഡൗട്ട്, ഈ നമ്മളിപ്പോ ഈ സിമന്റ് ഇട്ട് ഒട്ടിക്കുന്നതും പിന്നെ ഈ അഡോസീവ് ഇട്ട് ഒട്ടിക്കുന്നതും ഏത് ടൈപ്പ് ഓഫ് ടൈലിന്റെ ഇതിലായിരിക്കും? അങ്ങനെയല്ല, ഏത് ടൈൽ ഏതായാലും ഒട്ടിക്കുന്ന രീതി രണ്ടും ചെയ്യാം. അഡസീവ് വെച്ചിട്ട് ഒട്ടിക്കാം, സിമെന്റ് വെച്ചിട്ട് ഒട്ടിക്കാം. പക്ഷെ പുതിയ അതായത് പ്ലാസ്റ്റർ ചെയ്യുന്നതിന്റെ ഒപ്പം ടൈൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറഞ്ഞു കിട്ടും. അതാണ് നമ്മള് സിമെന്റ് പുതിയ വീടാണ്, പ്ലാസ്റ്ററിങ്ങിന്റെ സമയത്ത് തന്നെ ടൈലിംഗ് നടത്തുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് സിമെന്റിന്റെ അഡസീവിന്റെ ഒക്കെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതല്ല പ്ലാസ്റ്റർ ചെയ്ത് അതൊക്കെ ഡ്രൈ ആയതിനു ശേഷം പിന്നെ ടൈൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ അഡസീവ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സിമെന്റ് എക്സ്ട്രാ എടുക്കേണ്ടി വരും. കാരണം ആ ഒരു പിന്നെ തിക്നെസ് ലെവലാണ് നമ്മൾ ഫ്ലോർ ലെവൽ നോക്കണം. ഫ്ലോർ ലെവല് ഇപ്പോ അതും ഇതിന്റെ ഒരു ടോപ്പിക്കാണ്. ഇത് ഈ ടൈൽ ഇൻഡസ്ട്രികളിലെ കുറെ ഉണ്ട് ഇതില്, കൺസ്ട്രക്ഷൻ ഫീൽഡില്. നമ്മൾ ടൈല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലോർ ലെവലിൽ നമ്മൾ എല്ലാം ഒരേ തിക്നെസ് ഉള്ള ടൈലാണെങ്കിൽ കുഴപ്പമില്ല. വേറെ വേറെ തിക്നെസ് ഉള്ള ടൈൽ എടുക്കുമ്പോൾ ഫ്ലോർ ലെവൽ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ സിമെന്റിലോട്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സമയത്ത് തന്നെ ടൈൽ വെച്ച് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പോ സെറാമിക് ആണെങ്കിലും വിട്രിഫൈഡ് ആണെങ്കിലും GVT ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് സിമെന്റ് കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ ചെയ്യാം. സെറാമിക് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് അതിന് അതിന്റെ സെറാമിക് വെള്ളമൊക്കെ കുടിച്ചതിന്റെ ശേഷം വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒട്ടിക്കുമ്പോൾ തന്നെ സിമെന്റിലുള്ള വെള്ളം ഇത് വലിച്ചെടുക്കും, പിന്നെ അത് ഡ്രൈ ആവും, ഉണങ്ങില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഇളകി വരാൻ തുടങ്ങും. ഓക്കെ സാർ, താങ്ക് യു. അടുത്തത് അമീർ അലി സാർ ആണ്. അമീർ അലി സാർ, സാർ കോൾ ഉണ്ടെങ്കിൽ സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ, എൻ്റെ പേര് അമീർ എന്നാണ്. സാർ, എനിക്കറിയേണ്ടത് ഈ സാർ സൂചിപ്പിച്ചതുപോലെ ഫാക്ടറി സെക്കൻഡ്സ് ടൈൽസിനെ കുറിച്ചായിരുന്നു. അതായത് ഷോറൂംകാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റില്ല എന്നുള്ളതാണ്, ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ആണെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ വീട്ടിലേക്ക് ഫ്ലോറിങ്ങിന്റെ ആവശ്യത്തിന് എടുക്കുന്നതിനെ കുറിച്ച് സാറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഇതിന്റെ ഇപ്പൊ നമുക്ക് ഒരു ചായ ഉണ്ടാക്കുന്ന പോലെയാണ്. ചായ ഉണ്ടാക്കുന്നത് ചായപ്പൊടി പതിലും മനസ്സിലായി, ഇത് പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ് എല്ലാത്തിനും. സെക്കൻഡ്സ് വരുന്നത് എന്തുകൊണ്ടാണ് സെക്കൻഡ്സ് വരുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഡിസൈനിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ സൈസിൽ ഒരു 1 mm വ്യത്യാസമായിരിക്കാം, അതല്ലെങ്കിൽ അവര് വിചാരിച്ചപ്പോ ഒരു ഡോട്ട് ഡാർക്ക് ഗ്രേ ആണ്, പിന്നെ അടിച്ചപ്പോ കളറിൽ വ്യത്യാസം വന്നു, അപ്പൊ അവരാ ബാക്കി മാറ്റി വെച്ചത് ഒരേ പ്രോസസ്സ് തന്നെ. ഇപ്പൊ ഒരു ടൈലിന്റെ പേര് നെപ്റ്റ്യൂണോ ഗ്രിസ് എന്നാണ് വിചാരിച്ചത്. നെപ്റ്റ്യൂണോ ഗ്രിസിന്റെ കളറാകുമ്പോൾ ഒരു പ്രൊഡക്ഷനിൽ ഇട്ടുണ്ടാവുക. പക്ഷെ ഒരു 50 ബോക്സ് അല്ലെങ്കിൽ 500 ബോക്സ് കഴിഞ്ഞപ്പോ 501ാമത്തെ ബോക്സ് തൊട്ടിട്ട് 700ാമത്തെ ബോക്സ് വരുമ്പോ ആ ഗ്രിസിന്റെ കളർ ചിലപ്പോ ഒരു ഡള്ളായിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അത് ആ ലോട്ടിൽ പോവില്ല. അപ്പൊ പ്രോസസ്സിംഗിലല്ല ഈ പ്രശ്നം വന്നത്, കളറിലാണ് പ്രശ്നം വന്നത്. ടൈലിന് അതിന് ബെനിഫിറ്റ് പ്രോബ്ലം വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സെക്കൻഡ്സ് വന്നത് നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായോ? ഇപ്പൊ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. ഈ സെക്കൻഡ്സ് വന്നാലും പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ സെയിം തന്നെ, ഒരേപോലെ തന്നെ. സെക്കൻഡ്സ് ആയിട്ട് ആരും ഉണ്ടാക്കുന്നില്ല ടൈൽ. അതായത് സെക്കൻഡ്സ് ഉണ്ടാക്കുന്നത് ഈ സെക്കൻഡ്സ് വരുന്നത് ഫസ്റ്റില് എന്തെങ്കിലും ഡിഫോൾട്ട് ആയ കാരണമാണ് സെക്കൻഡിൽ വരുന്നത്. സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ പ്രൊഡക്റ്റ് ആവും, സൈസിൽ ചെറിയ വ്യത്യാസം വന്നാവും, അല്ലെങ്കിൽ തിരിച്ച് പ്രിന്റ് ചെയ്താവും, അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സിൽ വരുന്നുണ്ടാവും. ഒരു കമ്പനിയും സെക്കൻഡ്സ് മാത്രമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. ഒക്കെ ഫസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ അത് സെക്കൻഡ്സോ അല്ലെങ്കിൽ തേർഡ്സോ ആയിട്ട്, കൂടുതൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ തേർഡ്സ് ആയിട്ട് ആക്കും. അത് സാറ് പറഞ്ഞ പോലെ അത് നമുക്ക് നോർമൽ ഒരു ആൾക്കോ അല്ലെങ്കിൽ ഇവൻ ഡീലേഴ്സിന് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഏതാണ് ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് എന്നുള്ളത്. അത് കമ്പനിക്കാര് തരുമ്പോൾ റേറ്റ്സും കാര്യങ്ങളും ചെയ്യുന്ന എയറോണ ഡിസ്ട്രിബ്യൂട്ടർ അവർക്ക് അറിയാൻ പറ്റും. കാരണം ഒരു സാധനം ഞാൻ ഇന്നലെ വരെ 10 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്കത് 6 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് അറിയാം ഇത് ആ സാധനത്തിൽ എന്തോ ഇതുണ്ട്, മനസ്സിലായോ? പക്ഷെ ഈ വിൽക്കുന്ന ആൾ അത് 10 രൂപയ്ക്ക് തന്നെ വിറ്റ തേർഡ് പേഴ്സൺ അത് അറിയാൻ പറ്റില്ല ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ. പിന്നെ ചില കമ്പനീസ് അവര് സെക്കൻഡ്സിന്റെ മേലെ ലേബിൾ ചെയ്യും, അതിന് മുകളിൽ യെല്ലോ മാർക്കോ റെഡ് മാർക്കോ മാർക്ക് ചെയ്തിട്ടാവും ഇല്ല. ബ്രാൻഡഡ് കമ്പനീസിന്റെ ഒക്കെ സെക്കൻഡ്സ് വരുമ്പോൾ അവരതിന് ഒരു മാർക്കിംഗ് കൊടുക്കും. ഇത്
ഈ ക്വാളിറ്റി ഇതിന്റെ അതിനുള്ള എന്തെങ്കിലും ഒരു മാർക്കിംഗ് എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അടുത്തത് സുജേഷ് കെ സാർ ആണ്. സുജേഷ് കെ സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ. സുജേഷ് കെ, യെസ് സർ, പറഞ്ഞു. എനിക്ക് ഈ ചോദിക്കാനുള്ള ഇപ്പം പറഞ്ഞൊരു വിഷയത്തിൽ തന്നെയാണ്. കാരണം ഈ നമുക്ക് ഇപ്പം ഒരു ടൈലിന് തന്നെ ഡിഫറെന്റ് ഷോപ്പിൽ പോയാലും പല റേറ്റിലും ചിലപ്പം അറിയാം. ചിലപ്പോൾ ഒരു 10 രൂപ 12 രൂപ ഒക്കെ ഡിഫറൻസിനാണ്. അപ്പൊ നമുക്ക് ഈ വില കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുക? സർ അത് ഫസ്റ്റ് നോർമലി ഫസ്റ്റും സെക്കൻഡും കൂടി 10 രൂപയുടെ വ്യത്യാസം അല്ല ഉണ്ടാവുള്ളൂ, നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം അത് ഈ ഡീൽ ഈ 10 രൂപയുടെ വ്യത്യാസമൊക്കെ ഡീലേഴ്സ് തരുന്ന ഡിസ്കൗണ്ട് ആണ്. കാരണം ഇപ്പൊ ഞാൻ ഒരു ഡീലറാണ്, അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഒരു ലെവൽ ഉണ്ടാവില്ലെന്നാണ്, ഒരു മാർക്ക് ഉണ്ടാവും പറഞ്ഞില്ലേ? ഇപ്പം സെക്കൻഡോ തേർഡോ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഈ ബ്രാൻഡഡ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു മാർക്ക് വരുന്നത്, അത് ഏത് രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് ഡീലേഴ്സിന് മാത്രമേ അറിയുള്ളൂ സാർ. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് ഒരു 100 ബോക്സ് ഓർഡർ ചെയ്ത് 100 ബോക്സ് വന്നു, നമ്മളിപ്പോ അതിൽ മാർക്കിംഗ് ഒന്നും നോക്കാൻ പോകുന്നില്ല, നമ്മുടെ ഡിസൈൻ മാത്രമേ നോക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതൊരു കൺസ്ട്രെയിന്റ് ആണ് മാർക്കറ്റിൽ ഈ സെക്കൻഡ്സും ഫസ്റ്റും. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇറ്റാലിയൻ ടൈൽസ്, സ്പാനിഷ് ടൈൽസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. നമ്മളുടെ വിചാരം ഇവിടെ വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി സ്പാനിഷ് ടൈൽസ് ആണെന്നാണ്. പക്ഷെ അവിടുന്ന് അത് വരുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ അറിയുന്നില്ല നമ്മള്. അത് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉള്ള ഈ ടൈൽസിന്റെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അല്ലാതെ നമുക്ക് ജസ്റ്റ് നേക്കഡ് ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ടെക്നിക്കലായിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ അതിപ്പോ ആരും അതിന് പോലില്ല. അതാണ്. ഓക്കെ സർ, താങ്ക് യു. അടുത്തത് ബെൻസ് ബേബി ആണ്. സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? സാറേ, ഞാൻ നേരത്തെ ഈ സെഷനിൽ കേട്ടിട്ടില്ല, എന്നാലും ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. സാറേ, എനിക്കിപ്പോ വീട് പണിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ലിവിംഗ് റൂം, ഹാള്, ബെഡ്റൂം ഇതിലെല്ലാം ഒരൊറ്റ പാറ്റേണിലുള്ള ഒരു ടൈല് തന്നെ സെലക്ട് ചെയ്താൽ അത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അതായത് വെറൈറ്റി ഒന്നുമില്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ നേരത്തെ ഇതിൽ സെക്ഷനിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും ഒരേ ടൈൽ എടുക്കുകയാണെങ്കിൽ. രണ്ടാമത്, നിങ്ങൾക്ക് ഒറ്റ വ്യൂവിൽ വരുന്ന ഏരിയയിൽ, അതായത് ഇപ്പൊ നമ്മൾ ഡോർ തുറന്നാൽ കാണുന്ന ഏരിയസ് മുഴുവൻ ഒരു ടൈൽ എടുത്താൽ വീടിന്റെ വലിപ്പം തോന്നിക്കും, അതിന്റെ ബ്രൈറ്റ്നെസ് കൂടും. കുറച്ചുകൂടി ഒരു ഒറ്റ സിംഗിൾ ടൈൽ ആണെങ്കിൽ അതിന്റെ ആ ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നും. ആ ഒറ്റ ടൈലാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ച് ഒരു നാരോ ഫീൽ കൺസ്ട്രെയിൻഡ് ആയിട്ട് തോന്നും. പക്ഷെ അപ്പൊ ബാക്കി ഇപ്പൊ കാണാത്ത ഏരിയ, ഇപ്പൊ ബെഡ്റൂംസ് ഒക്കെ നമുക്ക് ഡോർ തുറന്നാലേ കാണുന്നത്, അല്ലെങ്കിൽ കിച്ചൺ അവിടെയൊക്കെ വേറെ ടൈൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഡോർ തുറന്ന കാണുന്ന ഒരു ഏരിയ മുഴുവൻ ഒറ്റ ടൈലാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നും, ഉള്ള ഏരിയക്കാളും കൂടുതലായിട്ട് തോന്നും. അപ്പൊ ഇന്റീരിയേഴ്സ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് വരും. ഓക്കെ സാർ, അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം സാർ. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ നിങ്ങൾ കർട്ടൻസും സോഫാസും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ടൈൽ, ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ടൈൽ, ഇതാണ് ടൈല്, ഇതിനോട് മാച്ചിങ് ആയിട്ട് എടുത്താൽ മതി. മറ്റേത് അല്ലെങ്കിൽ റൂമിലേക്ക് വേറെ കളർ കർട്ടൻ എടുക്കേണ്ടി വരും, ഇതിലേക്ക് വേറെ കർട്ടൻ എടുക്കേണ്ടി വരും, അങ്ങനെ പല ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വരും. ഓക്കെ സാർ, താങ്ക് യു. സന്തോഷ് കുമാർ സാർ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ചോദിക്കാം. ഹലോ സാർ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണ്. കേൾക്കാമോ സാർ? യെസ് യെസ്. അപ്പൊ എന്റെ സംശയം, ഇപ്പൊ നമ്മള് ടൈൽ എടുക്കുമ്പോൾ ബ്രാൻഡഡ്, പലരും പറയുന്നു ബ്രാൻഡഡ് തന്നെ എടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അൺബ്രാൻഡഡിൽ പോവാതെ ബ്രാൻഡഡ് തന്നെ എടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം? ബ്രാൻഡഡിൽ എടുക്കുമ്പോൾ ഇതാണ്, അപ്പൊ ഞാൻ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പൊ ഒരു ബ്രാൻഡിന്റെ ടൈൽ എടുക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ഒരു 6 മാസമോ 7 മാസമോ കഴിഞ്ഞിട്ട് അതേ ടൈലിന്റെ ഒരു ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം, ഇപ്പൊ നമ്മൾ വീടിന്റെ ബാൽക്കണിയാണ് അതും കവർ ചെയ്തിട്ട് എടുക്കുകയാണ്, അപ്പൊ അതേ ടൈൽ, അപ്പൊ ബ്രാൻഡഡ് ടൈലാണെങ്കിൽ ആ കോഡും ആ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീലേഴ്സ് ഫ്രം, അതായത് ഓൾ ഇന്ത്യയിൽ അവരുടെ ഡീലേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും.
ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഡീലർ സ്റ്റോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്പനിയിൽ കിടക്കുന്നുണ്ടാവും. കിട്ടാൻ കുറച്ച് ഒരു 99% കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. മറ്റേ അൺബ്രാൻഡഡ് ആകുമ്പോൾ ഇതാണ്, ആ ഡീലറിന് മാത്രമേ അറിയുള്ളൂ അതിന്റെ പേരെന്താ, അയാൾ കൊണ്ടുവന്ന അയാളിട്ട പേരായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇട്ട പേരായിരിക്കും. ഡീലർ അല്ല ഇടുന്നത്, ആരാണോ അവർക്ക് കൊടുക്കുന്നത് വെച്ചാൽ അവരിട്ട പേരായിരിക്കും. അപ്പൊ അവർക്ക് മാത്രമേ, നമ്മളിതൊക്കെ കൊണ്ടുപോയി അന്വേഷിച്ച് വേറെ കട പോയി അന്വേഷിച്ചാലും സെയിം സാധനം അവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു ഡൗട്ട്, അയ്യോ ഞാൻ മേടിച്ചത് ഈ പേര് അല്ലല്ലോ, ഇതിന് വേറെ പേരാണല്ലോ, ഇത് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് വരും. കാരണം ഒരേ സാധനം തന്നെ പലരും കൊണ്ടുവരുന്നുണ്ടാവും, അവർ വേറെ വേറെ പേരിലാവും, വേറെ വേറെ ഡിസ്ട്രിബ്യൂട്ടറാവും, വേറെ വേറെ റേറ്റിലാവും കിട്ടുന്നത്. അതുകൊണ്ടാണ് ബ്രാൻഡഡ് കമ്പനീസിന്റെ ഒരു ഗുണം. പിന്നെ കമ്പനി സപ്പോർട്ടും കിട്ടും. എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ആൾക്കാർ നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ ആ ലോട്ട് മാറ്റിത്തരും, അങ്ങനത്തെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. സാർ അല്ലാതെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും സാർ? ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ സെയിം തന്നെയാണ്, ഒരേ പ്രോസസ്സാണല്ലോ എല്ലാം ചെയ്യുന്നത്. പ്രോസസ്സും അതിന്റെ ടെമ്പറേച്ചറും ഫയറിങ്ങും ഒക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷെ ഇതാണ് ഇപ്പോ ഈ ബ്രാൻഡഡ് കമ്പനീസിന് പിന്നെ അതിന്റെ ഒരു ഗുഡ് വിൽ ഉണ്ടാവും, അതിന്റെ ഒരു റേറ്റ് ഉണ്ടാവും. അൺബ്രാൻഡഡ് ആകുമ്പോൾ ഇപ്പോ ഈ പാസ് ഓൺ ഡേറ്റ് നമുക്കിപ്പോ ഗുജറാത്തിലാണ് ടൈൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും അധികം മാനുഫാക്ചറിങ്, അവിടെ ഹ്യൂജ് പ്രൊഡക്ഷനാണ് നടക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു കമ്പനിയുടെ മാത്രം ചെയ്യാൻ പറ്റില്ല. അവര് അതുകൊണ്ടോ മാർക്കറ്റിൽ ഓരോ ദിവസം ഓരോ പേരിലാണ് കമ്പനിയിൽ മാർക്കറ്റിൽ ടൈൽ വരുന്നത്. കാരണം അവരുടെ പ്രൊഡക്ഷൻ അത്രയും ബൾക്കാണ്. അവര് പല കമ്പനീസിനും ഒരേ സാധനം അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന പുതിയ പുതിയ പേരിൽ വരുന്ന ഐറ്റംസ് കൂടുന്നുണ്ട്, അല്ലാതെ പ്രൊഡക്ഷനിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അത് അതേ ഒരു യൂണിറ്റിലാണ് വരുന്നത്. പ്രൊഡക്ഷന്റെ പ്രോസസ്സ് സെയിം തന്നെയാണ് എല്ലാത്തിനും. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ്. സോഫി സെബാസ്റ്റ്യൻ, സോഫി സെബാസ്റ്റ്യന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഗുഡ് ഈവനിങ് സാർ. സാർ, ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടൈലിങ്ങിന്റെ പുറത്ത് കുറച്ച് ഏരിയയിൽ ഞങ്ങൾ സെറാമിക് ടൈൽ ഇട്ടിരുന്നു പണ്ടത്തെ വീടിന്റെ അതില്. അന്ന് നല്ല ചൂടുണ്ടായിരുന്ന സമയത്ത് അതിലെ എയർ വന്നിട്ടാണെന്ന് തോന്നുന്നു, അത് ഇങ്ങനെ ടൈല് പൊന്തി ഇങ്ങനെ നല്ല ഒരു ശരിക്കും പറഞ്ഞ ഒരു ബേസ്റ്റിംഗ് പോലെ വന്ന് ആ വശത്തെ ടൈലുകളെല്ലാം ഇങ്ങനെ പൊട്ടി പോകുന്നായിരുന്നു. അപ്പൊ ഇനി ആ ഏരിയയിൽ ടൈൽ ഇടുമ്പോൾ എന്ത് പ്രിക്കോഷൻ ആണ് എടുക്കേണ്ടത്? കാരണം ഇപ്പം നാട്ടിൽ ചൂട് കൂടി വരികയാണല്ലോ. അപ്പം അത് പൊട്ടി പോകാതിരിക്കാനായിട്ട് എന്ത് അതായത് ഹൈലി എക്സ്പോസ്ഡ് ഏരിയ ആണെങ്കിൽ അവിടെ സെറാമിക് ടൈൽസോ ക്ലേ ടൈൽസോ, അതായത് തറയോട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാതിരിക്കാൻ നല്ലത്. കാരണം ഇത് നന്നായി ഹീറ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ ഇനിയിപ്പോ അത് ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്പേസർ ഇട്ടിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം. മുട്ടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാവും. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാൻ ചാൻസ്. നമ്മൾ സ്പേസർ ഇടാതെ മുട്ടിച്ചിട്ടാവും വെച്ചിട്ടുണ്ടാവുക എന്തായാലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പേസർ കൊടുത്തിട്ട് അടി സ്കേർട്ടിങ് ചെയ്യുന്ന ഭാഗത്ത് അടിയിൽ ഫില്ല് ചെയ്യാതിരിക്കുക. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാൻ അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുക ഈ സ്കേർട്ടിങ്ങിന്റെ അടിയിൽ, അല്ലെങ്കിൽ വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്യുക. ഇത് ഇപ്പം കാർ പോർച്ചിന്റെ മുകളിലായിട്ടുള്ള ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഏരിയയിൽ ഇങ്ങനെ തന്നെ കാർ പോർച്ചിന്റെ ഏരിയ ഏതായാലും കുഴപ്പമില്ല. അതാ നല്ല ഡയറക്റ്റ് വെയിലടിക്കുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ ഇതാണ് ഒരു സൊല്യൂഷൻ. ഒന്നെങ്കിൽ നല്ല സ്പേസർ ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിട്രിഫൈഡ് ടൈൽസ് യൂസ് ചെയ്യുക. സെറാമിക്കോ ക്ലേ ഒക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നല്ല സ്പേസർ കൊടുത്ത് ഗ്യാപ്പ് അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസസ് കൊടുക്കണം. അതാണ്. പിന്നെ സെറാമിക് ഒക്കെ ആകുമ്പോൾ ഹൈലി എക്സ്പോസ്ഡ് ആണെങ്കിൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ ഡൾനെസ് വരും. കളറൊക്കെ കുറച്ച് ഡാർക്കർ കളേഴ്സ് ആണ്. ലൈറ്റർ കളേഴ്സിൽ പ്രശ്നം അറിയില്ല ആവുന്നുണ്ട്, പക്ഷെ അറിയില്ല. നമ്മൾ വല്ല ബ്ലൂവോ റെഡ് ഒക്കെ എടുക്കുന്ന വെച്ചാൽ ലോങ് ടൈമിൽ അതൊക്കെ കുറച്ച് അതിന്റെ കളറൊക്കെ ഫെയ്ഡ് ആയി തുടങ്ങും. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഷൈസ്ത ഇർഫാൻ സാറിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ശേഷം ഒരു കാര്യം കൂടി ചോദിക്കാണ്ടായിരുന്നു. ഒരു എക്സ്പോസ്ഡ് ഏരിയ സ്റ്റെയർ കേസില് പിന്നെ ഇത്തിരി റഫ് ടൈലാണ് യൂസ് ചെയ്തത്, പക്ഷെ അതും എന്നാലും സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പൊ ടൈല് മാറ്റാതെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. ടൈല് മാറ്റാതെ ചെയ്യുന്ന സ്ലിപ്പ് ആവുന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ അതിൽ ഗ്രൂവ് അടിക്കുകയാണ്. ആ എൻഡില് കാല് വെക്കുന്ന അവിടെ നമുക്ക് ആ മെഷീൻ വെച്ചിട്ട് ഒരു ഗ്രൂവ് അടിക്കാം. 1 or 2 ഗ്രൂവ്. ഇപ്പൊ നിങ്ങൾ മോൾസിലൊക്കെ കണ്ടിട്ടുണ്ടാവും,
അവർ എൻഡിന് അവർ വിട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്യുന്നു. എൻഡിൽ അവർ SS-ന്റെ റോഡോ ബ്രാസിന്റെ റോഡോ അല്ലെങ്കിൽ ഗ്രൂവ്സോ അടിച്ചിട്ട് വിടും. കാരണം ഒരു ചെറിയൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട്. മനസ്സിലായോ സാർ? അപ്പൊ ആ മെഷീൻ വെച്ചിട്ട് ആ കട്ടിങ് മെഷീൻ വെച്ചിട്ട് ആ ടൈലിന്റെ മേലെ ഒരു ഗ്രൂവ് അടിച്ചാൽ മതി. അപ്പൊ ഒരു ഗ്രിപ്പ് അവിടെ എക്സ്ട്രാ കിട്ടും. അല്ലെങ്കിൽ വേറെ അതിനിപ്പോ വേറെ ഓപ്ഷനൊന്നും ഇല്ല. അത് തന്നെയുള്ളൂ അതിന് ഓപ്ഷൻ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നമുക്ക് 8:32 ആയിട്ടുണ്ട്. നമ്മുടെ സെഷൻ 8:30 വരെ ആയിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ സെഷൻ ഏകദേശം അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് പാർട്ടിസിപ്പൻസ്. ബിഫോർ ദാറ്റ് താങ്ക് യു കോളോ ഫോർ ഇൻവൈറ്റിംഗ് മീ. നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാനും കുറെ ലേൺ ചെയ്തു. അപ്പോ താങ്ക് യു. ഇനി എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഐ എം റെഡി ടു സെർവ്. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു വിസിറ്റേഴ്സ്. താങ്ക് യു ഓൾ ദ പാർട്ടിസിപ്പൻസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സാറ്. വളരെ പേഷ്യന്റ് ആയിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തു. ഒരു 1 hour നീണ്ടു നിൽക്കുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് എടുത്തു തന്നു. എല്ലാ ഹോം ഓണേഴ്സിനും ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. സോ താങ്ക് യു വൺസ് അഗെയിൻ സർ, താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മുടെ പാർട്ടിസിപ്പൻസ്, നമ്മുടെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. താങ്ക് യു വൺസ് അഗെയിൻ സർ. Thank you so much.